ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബും ഫിൽ മുജാഹദ, കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയുന്ന ബാബ്. ഖാലല്ലാഹു തആല വല്ലദീന ജാഹദൂ ഫീന, നമ്മളെ മാർഗത്തിൽ പ്രയത്നിക്കുന്ന ആളുകളാവുന്നതിൽ നഹ്ദിയന്നഹും സുബ്രന, നമ്മുടെ സബീലുകളിലേക്ക് അവരെ നാം ഹിദായത്താക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഒരുപാട് തഫ്സീറുകൾ പല മുഫസ്സിരീങ്ങളും ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ അള്ളാൻ്റെ ദീനിൽ നന്നായി പ്രയത്നിക്കണം, എന്നെങ്കിലേ എവിടേക്ക് എത്തുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ചുരുക്കം ശരിയല്ലേ? വകാലത്താല വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുവോളം നബിയെ തങ്ങൾ റബ്ബിനിക്ക് തങ്ങൾ ഇബാദത്തെടുക്കണം കേട്ടോ. വകാലത്താല വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ. ലോക്കൽ പോരാ, പൂർണ്ണമായും എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങണം. ഇങ്കത്തിയൊഴിലേഹി എന്നതിൻ്റെ തഫ്സീർ. വഖാല അല്ലാഹു തആല ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ. ഒരു കുഞ്ഞി ഉറുമ്പിൻ്റെ തൂക്കം അമലാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈർ ചെയ്തിട്ടുണ്ടെങ്കിൽ യറഹു, അതിൻ്റെ ഫലം അനുഭവിക്കും, അതവന് കിട്ടും. വമാ തുഖദ്ദിമൂ ലിഅൻഫുസിക്കും മിൻ ഖൈരിൻ. ഖൈറിനാൽ നിങ്ങൾ വേണ്ടി നിങ്ങൾ എന്തൊന്ന് ആഖിറത്തേക്ക് മുന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും തജിദൂഹു ഇൻദല്ലാഹി ഖൈറാ, അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഖൈറായിട്ട് എത്തിക്കുകയും വഅഅ്ളമ അജ്റാ, കൂലിയാൽ വണ്ണമായിട്ട് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, ഖൈറിൽ നിങ്ങൾ എന്തെന്ന് ചിലവഴിച്ചാലും ഫഇന്നല്ലാഹ ബിഹി അലീം, അത് അല്ലാഹുവിനുണ്ട്. والآيات في الباب كثيرة معلومة. أما الأحاديث فالأول عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن الله قال, അല്ലാഹു പറയുന്നുണ്ട്, മൻ നാദാലി വലിയൻ, എനിക്കുള്ള ഒരു വലിയനെതിരെ ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, അവനെതിരെ ഞാൻ യുദ്ധപ്രഖ്യാപനം അറിയിക്കുകയാണ്. വമൻ തഖമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ, എന്നെക്കൊള്ള എൻ്റെ അടിമ ഒരു ഷൈ കൊണ്ട് മടുക്കുകയില്ല, അഹബ്ബ ഇലൈഹി മിമ്മ അഫ്തറൽതു അലൈഹി, അവൻ്റെ മേൽ നിർബന്ധമാക്കിയ കർമ്മത്തിനേക്കാൾ അഹബ്ബായ ഒന്നുകൊണ്ട്. ഞാൻ നിസ്കാരം നിർബന്ധമാക്കിയെന്നോ അങ്ങനെ പറയാൻ നിർബന്ധമാക്കിയുണ്ട്, ആ നിർബന്ധമാക്കിയതാണ് എന്നെക്കൊള്ള അടുക്കാൻ ഏറ്റവും നല്ല മാർഗം. അത് ഒഴിവാക്കിങ്ങാണ്ട് സ്വന്തം ഒരു അമല് നിത്യം 25 യാസീൻ തീരുമാനിച്ചു, കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷേ നിർബന്ധമാക്കിയതായ നിസ്കാരത്തിലെ വാദ്യസുഹൃത്ത് ഒഴിവാക്കിയാണ്ട് യാസീൻ ഓതിയിരുന്നില്ല, കാര്യമില്ല. അന്നിലേക്ക് ഏതെടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഫർളാണ്. അതിനേക്കാൾ അഹബ്ബാദുൻ അള്ളാഹ് എടുക്കാൻ കഴിയില്ല. എൻ്റെ അടിമ എന്നെ കൊള്ള അടുക്കുന്നവനായിക്കൊണ്ടേയിരിക്കും, പിന്നെ വാഫിരി സുന്നത്തുകളെ കൊണ്ട് അത്താഹിബ്ബഹു, ഞാൻ അവനെ പ്രേമിക്കുന്നത് വരെ. വൈവാഹബബ്തുഹു, അങ്ങനെ ഞാൻ എൻ്റെ അടിമയെ പ്രേമിച്ചു കഴിഞ്ഞാൽ കുന്തു സംഅഹുല്ലദീ യസ്മഉ, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അവൻ പിടിക്കുന്ന കൈ ഞാനാകും. അവൻ നടക്കുന്ന കാല് ഞാനാകും. ഓൻ എന്നോട് ചോദിച്ച ഓൻ ഞാൻ കൊടുക്കും. ഓൻ എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ ഓനെ സഹായിക്കുക തന്നെ ചെയ്യും. ചില ഇതിലേ പിന്നെ ആദൻതുഹു എന്ന് പറഞ്ഞാൽ അയരംതുഹു എന്നർത്ഥം. ഞാൻ ഓൻ അറിവ് കൊടുക്കുന്നു. എന്തറിവ് കൊടുക്കുന്നു? ബിഅന്നി മുഹാരിബുല്ലഹു, ഞാൻ ഓനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവനാണ് എന്ന്. ഇസ്തഅദനി എന്നത് അത് അറിവ് ബിൻ നൂനി വബിൽ ബായി. ഇസ്തഅദ ബി എന്നുണ്ട്, ഇസ്തഅദനീന്നും ഉണ്ട്, വിക്കായന നൂനയും കൊണ്ടേ. പിന്നെ عن أنس رضي الله عنه عن النبي صلى الله عليه وسلم بما يروي عن ربه عز وجل أنه قال إذا تقرب, അടുത്ത് കഴിഞ്ഞാൽ അബ്ദു, ഒരു അടിമ എടുത്തു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ശിബറ ചാണെടുത്ത് കഴിഞ്ഞാൽ തഖറബത്തിലേക്ക് ഞാൻ ഒരു മുഴമെടുക്കും. തക്കറബയിലേക്ക് ഒരു മുഴമെടുത്ത തക്കറബത്തിലേക്ക് അവനിലേക്ക് ഒരു മാറെടുക്കും. അവനിലേക്ക് നടന്നു വന്നാൽ അവനിലേക്ക് ഞാൻ ഓടിച്ചൊല്ലും. ഇതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹ് ഓടുമെന്നല്ല, അള്ളാഹിലേക്ക് ഇങ്ങനെ മുഴം വെച്ച് അളക്കാൻ വയ്ക്കുമെന്നല്ല. നമ്മളെ ഭാഗത്തിൽ നിന്ന് ഞാൻ റബ്ബേക്ക് അടുക്കണമെന്നും അള്ളാഹിൻ്റെ ഹബ്ബ് കിട്ടണം എന്ന് നമ്മളെ ഭാഗത്ത് പ്രയത്നം ഉണ്ടായാൽ വഴികൾ തോനെ അള്ളാഹ് ഇങ്ങോട്ട് തുറന്നു തരും. അയാളുടെ വഴികൾ അള്ളാഹു തോനങ്ങട്ട് തുറന്നു തരും. عن ابن عباس رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم نعمتان
മഹത്തായ രണ്ട് അനുഗ്രഹം അവിടുന്ന് തന്നെയാണ്. മഹത്തായ എന്ന് കിട്ടിയ അറിയോ? തെസിനിയാക്കി അതായത് നെക്കറയാക്കി എന്ത് കിട്ടും? മഹത്ത തന്നെയാണ്. താനി വെക്കറയല്ലേ? വണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് മക്കളെ. മഹബൂനും ബീഹിമ, അതിൽ വഞ്ചിക്കപ്പെട്ടു പോയവരാണ് കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികവും വഞ്ചിക്കപ്പെട്ടു പോയ മഹത്തായ രണ്ട് അനുഗ്രഹമുണ്ട്. ഏതാണ് രണ്ട് അനുഗ്രഹം? മസിയത്തുൽ ഫറാഗ്. ഒന്ന് ആരോഗ്യം. രോഗിയാവുമ്പോഴാണ് പടച്ചോനെ എനിക്കിതൊരു ആരോഗ്യം ഉണ്ടായിനല്ലോ എന്നുള്ള എൻ്റെ ആ വലിപ്പത്തിൻ്റെ ആ അനുഗ്രഹത്തെ വലിപ്പം അപ്പോഴാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഫറാഗ്, ഒഴിഞ്ഞ നേരം ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞ നേരം എന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല. തിക്കും തിരക്കും കൂടുമ്പോഴാണ്, സമയം എടുക്കുമ്പോഴാണ് എന്താകുക, ഇതുവരെ ഉണ്ടായിന് ഫറാഗ് ഉണ്ടായിനല്ലോ എന്നുള്ള ആ വലിപ്പം ഓർമ്മ വരിക. റവാഹുൽ ബുഖാരി. രാത്രി എഴുന്നേൽക്കും, നിന്ന് നിസ്കരിക്കും. അങ്ങനെ തങ്ങളുടെ രണ്ട് കാൽപാദങ്ങൾ നീര് വന്ന് വീർക്കാൻ തുടങ്ങി. രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് അർദ്ധരാത്രി വന്ന് സുബഹി കൊടുക്കോളം നിൽക്കും. ചിലപ്പോൾ നിന്ന് കാലിന് നീര് വരാൻ തുടങ്ങി. ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, നബിയേ ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പാപ സുരക്ഷിത നൽകപ്പെട്ടവരല്ലേ, മഅസൂമായ നിങ്ങൾ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, അഫലാ ഉഹിബ്ബു ആയിഷ, ഞാൻ ഇഷ്ടപ്പെടേണ്ടവളല്ലയോ എന്ത്? അന്നകൂന, ഞാനാകലിനെ അബ്ദൻ ശക്കൂറാ, ഒരു പൂർണ്ണമായ നന്ദിയുള്ള അടിമയാകാൻ ഇഷ്ടപ്പെടേണ്ടയോ? പിന്നെ ചിലപ്പോൾ ഉഹിബില്ല, അങ്ങനെ ആകുമ്പോൾ അക്കൂന എന്ന് വായിക്കാൻ പാടില്ല, അക്കൂനു എന്ന് വായിക്കണം. അഫല അക്കൂനു എന്ന് വായിക്കേണ്ടത്. ചില ആൾക്കാർ ഈ ഉഹിബുവിൻ്റെ വേക്കിൽ അന്നക്കൂനെ വായിക്കുന്ന മാതിരി അഫല അക്കൂന എന്ന് വായിക്കലില്ല. അങ്ങനെ വായിക്കാൻ പാടില്ല കേട്ടോ. അഫല ഉഹിബു അൻ അക്കൂന. പിന്നെ തഫഖുൻ അലൈഹി, ഹാദാ ലഫ്ദുൽ ബുഖാരി വനഹ്വുഹു, ഇതേ ലഫ്ളാണ് എവിടെയുള്ളത്? ബി സഹീഹൈനി, ബുഖാരി മുസ്ലിമിലുള്ളത്. ഈ റിവായത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ. നെഹവ് അപ്പം മാനയാണ് നെഹവു എന്നല്ലർന്ന്. ഇത് അർത്ഥമുള്ള വാക്കാണ് അവിടെ ഉള്ളത്. മുഗീറത്ത് ബിൻ ശുഅബന്റെ റിപ്പോർട്ടിലുള്ളത്. ആയിഷ ബീൻ്റെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലഫ്ള് ഉള്ളത്. മുഗീറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ലഫ്ള് വേറെയാണ്, ഇതേ ആശയമുണ്ട്. പിന്നെ കാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 വരുമ്പോൾ അഹിയൽ ലൈല, രാത്രി ഇഹിയാ ചെയ്യും. വൈഖലാഹു, വീട്ടുകാരെ വിളിച്ചുണർത്തും. ജദ്ദ, പഠനാധ്വാനം ചെയ്യും. ഷദ്ദൽ മീസറ, അരിടുപ്പ് മുറുക്കി കൊടുക്കുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി വദാഉൽ മുഖാറദു അൽ അശ്റുൽ അവാഖിർ മിൻ റമളാൻ മിൻ ശഹ്രി റമളാൻ. ഇവിടെ 10 കൊണ്ട് ഉദ്ദേശിക്കുന്ന റമളാനിലെ അവസാനത്തെ 10 മീസർ എന്ന് പറഞ്ഞാൽ ഇസാർ, അരിയുടുപ്പ് എന്നർത്ഥം. ബോധ ഇനായത്തിന് ഇൻസായി, ഭാര്യമാരുമായി ഒഴിഞ്ഞു നിൽക്കാൻ നേരത്തിൽ ഇനായത്താണ്. ഒക്കെ മുറാദു കശ്മീറുഹുൽ ഇബാദ, അഭിപ്രായമുള്ളത് ഇബാദത്തിന് വേണ്ടി ഇൽബാസാഹം കാണിക്കുക എന്നാണ്. യുക്കാലു ശതത്തുലിയാദൽ അംരി മീസരി, ഇക്കാര്യത്തിന് വേണ്ടി ഞാൻ അരിടുപ്പ് ഞാൻ ശക്തിയാക്കി എന്ന് പറയലുണ്ട്. ഐ തശമ്മർത്തു തഫറഗ്തു, ഞാൻ പരിശ്രമിക്കുകയും അതിന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നർത്ഥം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു, നല്ല ഈമാനികമായ ശക്തിയുള്ള മുഅ്മിൻ, ഖൈറുൻ, അവൻ ഖൈറാണ്, വഹബ്ബു, അഹബ്ബുമാണ്, മിന ഇലല്ലാഹി, അല്ലാഹുവിനെക്കുള്ള, മിന മുഅ്മിനിൽ ലഈഫ്, ദുർബലനായ മുഅ്മിനേക്കാൾ, വഫീ കുല്ലിൻ ഖൈർ, എല്ലാത്തിലും ഖൈറുണ്ട്. ഇഹിർ സലാമായ യംഫഉക, നാളെ ആഖിറത്തിന് ഉപകാരം ചെയ്യുന്ന കർമ്മങ്ങളുടെ മേൽ നീ അലച്ചവെക്കണം മോനെ. വസ്തഈൻ ബില്ലാഹി, അള്ളാഹിനോട് നീ തൗഫീക്ക് തേടുകയും ചെയ്യണം. വലാ തഅജ്ജസ്, നീ ഒരിക്കലും അശക്തനാകല്ല. വൈൻ അസാബക ശൈഉൻ, നിനക്കെന്തെങ്കിലും ഒരു അനിഷ്ടമായത് വല്ലതും എത്തിക്കഴിഞ്ഞാൽ, ഫലാ തഖുൽ, നീ പറയരുത്, ലൗ അന്നീ ഫഅൽതു കദാ കാന കദാ വകദാ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്ന് പറയരുത്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടുമായിരുന്നോ, അല്ലെ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയേ കിട്ടുമായിരുന്നു എന്ന് ചെയ്യരുത്, പറയരുത്. അള്ള കണക്കാക്കിയതല്ലാത്ത ഒരാൾക്കും കിട്ടൂല. പഠിച്ചവനെ 2 കൊല്ലം ആ കിണറ്റിൻ്റെ കൈവരി കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടി കിണറ്റിക്കാടൂലല്ലോ എന്ന് പറയരുത്. അതെന്തായാലും ആ ടൈമിൽ കുട്ടി മരിച്ചു. മനസ്സിലായില്ലേ? വെറുതെ കഴിഞ്ഞതിനെ പറ്റി വേറെ ശൈത്താന്റെ പണിയാണത്. അള്ളാഹു കണക്കാക്കി, അള്ളാഹ് ഉദ്ദേശിച്ചത് നടന്നതാണ്, അത് അള്ളാഹിൻ്റെ ഖദറാണ്, ഓൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്തതാണെന്ന് പറയണം. ഫൈന ലൗ എന്ന പരിപാടി, അഥവാ എന്ന് വെച്ചാൽ
അതിനെങ്കിൽ എന്ന് മാലിയെക്കുറിച്ചുള്ള പറയല് തഫ്തഹുമല ഷൈത്താൻ, പിശാചന്റെ പണി തുറക്കുന്നതാണ്. അങ്ങനെ പറയലാണ് ആരാവശ്യം? പിശാചന്റെ ആവശ്യം. അതിന് ഓന് ചിരിച്ചാനുള്ള വക വെച്ചെടുക്കേണ്ട വെറുതെ. റവാഹു മുസ്ലിം. വഅൻ അന്നഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹുജിബത്തിൻ നാറു ബിശഹവാത്ത്, തന്നിഷ്ടങ്ങളെ കൊണ്ട് നരകത്തെ മൂടപ്പെട്ടിരിക്കുന്നു. നരകത്തിന് ചുറ്റു പൂതികളെ കൊണ്ട് ഇങ്ങനെ മൂടിയേക്കാണ്. മൊബൈൽമ കളിക്കുക, മാണ്ടാത്തത് കാണുക, കേൾക്കുക, ആ ജാതി കൊണ്ട് ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ് ആരെ? നരകത്തിന്. അപ്പം അയിമ അങ്ങനെ കൂടി എവിടേക്ക് പോയി ചാടും? നരകത്ത് കാണിച്ച് ചാടും. ഹുജുബത്തിൽ ജന്നത്ത് ബിൽ മക്കാരിഹി, അനിഷ്ടമായ കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ മറക്കപ്പെട്ടിരിക്കുന്നത്. താജ്വീദ് നിസ്കരിച്ച, ഖുർആൻ ഓതുക, ദിക്റില്ല പോലത്തെ അമലിൻ്റെ കൊണ്ടാണ് ഇതിനെ മൂടിയിരിക്കുന്നത്, സ്വർഗത്തെ മൂടിക്കെട്ടിയിരിക്കുന്നത്. മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തിൽ മുസ്ലിമീൻ ഹുഫത്ത് എന്നുണ്ട്, ബദല ഹുജ്ബത്ത് എന്ന സ്ഥാനത്ത് വലയം ചെയ്തു എന്നുള്ളത്, മറ്റും മൂടപ്പെട്ടു എന്നാണ്. വഹുബി അനാഹു ബൈനഹുവ ബൈനഹ അതൽ ഇജാബൂൻ, ഇവൻ്റെയും ഈ സ്വർഗ നരകത്തിൻ്റെ അടിയിൽ ഈ ആദ്യ മറകളെ കണ്ട് ഹാദൽ ഇജാബി മറകൾ ഹാദവൈദ പാലഹു ദഹലഹാൻ, അത് ചെയ്താൽ അയക്കടെ കിടക്കുന്നതിൻ്റെ അർത്ഥം. പൂതിയാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തേക്കും കിടക്കും, മക്കാരി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തേക്കും കിടക്കും. പിന്നെ വന്നബി അബ്ദുല്ലാഹി ഉദൈബത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي عبد الله يذيب بن اليمان رضي الله عنهما أنه قال صليت مع النبي صلى الله عليه وسلم. ഒരു രാത്രി മുത്തനബിയുടെ കൂടെ നിസ്കരിക്കായിരുന്നു. മുത്തനബി നല്ല സുഹൃത്ത് നോക്കിയാൽ തുടങ്ങി. ഏതാ തുടങ്ങിയാരോ? ഫഫ്തഹ അൽ ബഖറ, ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് ഏതാ തുടങ്ങി? അൽ ബഖറയാണ് തുടങ്ങി. അല്ലാ. ഫഖുൽതു, ഞാൻ മനസ്സ് വിചാരിച്ചു, ഇർക്കഉ ഇൻദൽ മിഅ, ഒരു 100 റുക്കൂ പോയി കയറുന്നു വിചാരിച്ചു. സുമ്മ മള, പിന്നെ വണ്ടി മുന്നോട്ട് പോയി. ഫഖുൽതു, ഞാൻ മനസ്സ് പറഞ്ഞു, യുസല്ലി ബിഹാ ബി റകഅത്തിൻ, ഒരു റകഅത്തിലേതായാലും അൽ ബഖറ തീർത്ത് ഓതുന്നു വിചാരിച്ചു. ഫമല്ലാ, പടച്ചോനെ വണ്ടി അവിടെ നിർത്തുന്നില്ല. നല്ല സ്റ്റേജ്, ഇവിടെ അൽ ബഖറ കഴിഞ്ഞ്, എവിടെ പിന്നെയും പോവന്നെ. 1 റകഅത്തിലെ ഖിയാമതെ. ഫഖുൽതു യർകഉ ബിഹാ, എന്നാ പിന്നെ ആലിംബ്ര കഴിഞ്ഞാൽ നിർത്തും വിചാരിച്ചു. കഴിഞ്ഞില്ല. നിസാ, പിന്നെ നിസാവും തുടങ്ങി. ഒറ്റ റകഅത്തിൽ അൽ ബഖറ കഴിഞ്ഞു, ആലിംബ്രാനും കഴിഞ്ഞു, ഇക്കടെ കടന്ന് നിസായിക്കാണ് കടന്നു. ഫഖറഹ, നിസാവും തീർത്തോതി. മണിക്കൂർ 3 4 ആയി. സുമ്മഫ്തഹ ആല ഇമ്ര, വരി മാറിയോ? ഫഖറഹ യഖറഉ മുതറസ്സിലല്ലേ, ആക്കം പോലെ ഓതുന്നത്. എങ്ങനെ ആക്കം പോലെ ഓതുന്നത്? ഇദാ മർറ ബി ആയത്തിൻ ഫീഹാ തസ്ബീഹുൻ, തസ്ബീഹ് കൊണ്ട് കൽപ്പനയുള്ള ആയത്തിൻ്റെ ഇതിലൂടെ തങ്ങൾ പോയാൽ സബ്ബഹ, തസ്ബീഹ് ചെല്ലും. വഇദാ മർറ ബി സുആലിൻ, വല്ലതും ചോദിക്കേണ്ട ആയത്തിലൂടെ നടന്നു പോയാൽ സാല, തങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കും. വഇദാ മർറ ബി തഅവൂദിൻ, കാവല തേടേണ്ട ആയത്തിൻ്റെ ഇതിലൂടെ നടന്നു പോയാൽ തഅവദ, തങ്ങളുടെ കാവലിനെ തേടും. സുമ്മ റകഅ, പിന്നെ തങ്ങൾ റുകൂഉക്ക് പോയി. ഫജഅല യഖൂൽ, നബി തങ്ങൾ പറയാൻ തുടങ്ങി, സുബ്ഹാന റബ്ബിയൽ അളീം. അതിൻ്റെ ഒബിയന്തി പറഞ്ഞില്ല എന്നല്ല അർത്ഥം കേട്ടോ. ചിലർക്ക് അങ്ങനെ മനസ്സിലായത്. മറ്റൊരു പൊട്ടത് മനസ്സിലായാലോ ഒബിയന്തി ചെല്ലീനി എന്നുള്ളത്? അയലല്ല ചെല്ലീനത്, അലീമൈനോ, അലീമല്ല ചെല്ലീനി, അയലൈനോ എന്നുള്ള വേർതിരിവിൻ്റെ സന്ദർഭം അതല്ലേ നമ്മൾ പറയുള്ളൂ. ആ പിന്നെ ഫകാന റുകൂഉഹു നഹവൻ മിൻ ഖിയാമിഹി, റുകൂആണെങ്കിൽ ഖിയാമിനോട് ഏതാൻ സമാനമായിരുന്നു. സുമ്മ ഖാല സമിഅല്ലാഹു ലിമൻ ഹമീദാ റബ്ബനാ ലക്കൽ ഹംദ്. സുമ്മ ഖാമ ത്വീലൻ ഖരീബൻ മിമ്മാ റകഅ, റുകൂഇനോട് ഏതാ അടുത്തത്ര ദീർഘത്തിൽ നിന്നുകയും ചെയ്തു. സുമ്മ സജദാ, പിന്നെ അങ്ങ് സുജൂദ് ചെയ്തു. എന്നാ സുജൂദ് എത്ര നേരം? വഖാല സുബ്ഹാന റബ്ബിയൽ അഅല, ചെല്ലിയത് അലീമല്ല, ഉപയന്തി ചെല്ലിയില്ല എന്നല്ല അർത്ഥം. ഫകാന സുജൂദു ഖരീബൻ മിൻ ഖിയാമിഹി, റവാഹു മുസ്ലിം. ഔ ഹനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തബിനെ കൂടെ നിസ്കരിച്ചു. ഫതാല ഖിയാമ, നൃത്തം നീട്ടി. ഹത്ത ഹമംതു ബി അംരിൻ സൂ, ഞാൻ മോശമായ കാര്യം വിചാരിച്ചു. നബിതങ്ങൾ നിന്ന് ഈ ബാക്കിൽ നമുക്ക് ഊര കടി ഉണ്ടാവുകയെ. നബിതങ്ങൾ നിൽക്കന്നെ ഓതന്നെ. അൽ ബഖറ അൽ ഇമ്രാനും ഒറ്റ റകഅത്തിലാണ് ഓതുന്നത്. അല്ലാ, ഞാൻ ഒരു കാര്യം വിചാരിച്ചു. കീല, അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അമ്മ ഹമംത ബിഹി, എന്തേപ്പം നിങ്ങൾ മാണ്ടാത്ത വിചാരിച്ചു ചോദിച്ചു. കാല ഇബ്നു മസ്ഊദ് പറയാണ്, ഹമംതു അൻ അജ്ലിസ ബഅദഹു,
ഞാൻ ഇരുന്നെങ്കിലോ മുത്തനബിനെ വേക്കുന്ന് തുടർന്നാളൊക്കെ കരിച്ചിന് ആ വണ്ടിയിൽ നിന്നാണ് ഇറങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചു പറഞ്ഞു. അങ്ങനെ തവക്കുന്നാലേ മയ്യത്തിൻ്റെ കൂടെ 3 എണ്ണം പോകും. അഹ്ലുഹു വമാലുഹു അമലുഹു, അവൻ്റെ കുടുംബക്കാരും അവൻ്റെ സമ്പത്തും കുറച്ച് കർമ്മങ്ങളും പോകും. ഫർജിസ്നാനി, 2 ആൾ തിരിച്ചു പോരും. വാഹിദ്, ഒരാൾ കബർക്കോൻ്റെ കൂടെ പോകും. ഏതാടി എർജി അഹ്ലുഹു വമാലുഹു, അവൾ കൂടെ പോകുന്ന അഹ്ലും സമ്പത്തും തിരിച്ചു പോരും. അമലുഹു, അവൻ്റെ അമലുഹുവിൻ്റെ കൂടെ കർമ്മം കബറിലേക്ക് ഇറങ്ങുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കിന, ഈ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങൾ ഒരാളിലേക്ക് സ്വർഗ്ഗം അടുത്തതാണ്. വന്നാറു മിഥ്ലു ദാലിക, നരകം അതേപോലെ അടുത്തതാണ്. ഏതെങ്കിലും അമൽ കൊണ്ട് നരകത്തും പോകാം, ഏതെങ്കിലും കർമ്മം കൊണ്ട് സ്വർഗ്ഗത്തും പോകാം. ഏതാ നമുക്കറിയില്ല. അല്ലാഹു അഅലം. റവാഹുൽ ബുഖാരി. عن أبي فراش ربيعة بن كعب الأسلمي خادم رسول الله صلى الله عليه وسلم ومن أهل സുഫത്തിനായ 100-400 ആൾക്കാർ മുത്തനബിൻ്റെ മദീനത്തെ പള്ളിയിൽ മുത്തനബി ഇൽമിയാക്കാൻ വേണ്ടിങ്ങാണ്ട് ഭാര്യമാരെയും മക്കളെയും കുടുംബവും ഒഴിവാക്കിങ്ങാണ്ട് കൂടിയ 400 ആൾക്കാരുണ്ടായി മുത്താലിമീങ്ങളെ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന റബിയത്ത് റളിയല്ലാഹു അൻഹു. റബിയത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അബീതു മാ റസൂലുള്ളാഹിനോട് കൂടെ ഞാൻ അന്തിക്ക് താമസിച്ചു. ഫാത്തിഹി, മുത്തനബിൻ്റെ ഖാദിമാൻ. മുത്തനബി എപ്പോഴാ ഉണരുന്നത് നോക്കി ഉറക്കം വെച്ച് കുത്തിരിക്കുകയാണ് ഈ പടപ്പിന് പണി. മുത്തനബി ഉണർന്നാൽ എപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം? പല്ലേക്കാനുള്ള മിസ്വാക്കും ഒന്നുണ്ടാക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കണം. ആ പടപ്പ് ഇങ്ങനെ കാത്തിരിക്കാണ്. 12 മണിയൊക്കെ നീച്ചിട്ടുണ്ടെങ്കിൽ സുബിയം കൊടുക്കണം. മുത്തനബി നിസ്കാരാണേക്കാരം. അങ്ങനെ ഫാത്തിഹി അലൂഹി, തങ്ങൾ ഒന്നുണ്ടാക്കാനുള്ള വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഹാജത്തി, തങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഫക്കാല, ഇത് കണ്ടപ്പണ്ട മുത്തനബിൻ്റെ കൽബിൽ പടച്ചോനായി പാവലെ ഉറപ്പ് വെച്ച് കുത്തിരിക്കഴിഞ്ഞല്ലോ എന്ന് തോന്നുമല്ലോ. മുത്തനബി ചോദിച്ചു, നീ ചോദിച്ചോർന്ന്, ഇപ്പം ചോദിച്ചോർന്ന്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, റബിയത്ത് കാബിറുല്ലാന് പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ തങ്ങളോട് കൂടെ കൂട്ടുകാരനാകൽ ഞാൻ ചോദിക്കുന്നു. ഇവരൊക്കെ സുന്യളൈനി. എന്നോടാ ചോദിച്ചു, അള്ളാഹോട് ചോദിച്ചോന്നല്ല പറയണ്ടേ. അങ്ങനെയൊന്നുമല്ല. ഓൽക്കതിന് അയാതി പേടിയൊന്നും ഇല്ലല്ലോ, മുശ്രിക്കാണ് പേടിയൊന്നും. സ്വർഗത്തിൽ തങ്ങളോട് കൂടെ കൂട്ടുകാരനാകല്ല ഞാൻ ചോദിക്കുന്നു പറഞ്ഞു. സ്വർഗത്തിൽ കടന്നാലും പോരാ, സ്വർഗത്തിൽ ആരൊപ്പാവണം? മുത്തനബിൻ്റെ കൂടെ ആവണം. ഫക്കാല, അവ വൈറതാലിക്ക, ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ അവൻ ചോദിച്ചോ പറഞ്ഞു. എൻ്റെ കർത്തവ്യം വേറെ വല്ലതും ചോദിച്ചുകൂടേനോന്ന് അങ്ങനെയും ചോദിച്ചാൽ, ഇനി വേറെ എന്തുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അവ കയറൊക്കെ അങ്ങനെ അർത്ഥം വെക്കാം. കുൽത്തു, ഞാൻ പറഞ്ഞു, അതാക്കാറിന്, ഞാൻ വേറെ ചോദിക്കാനുണ്ടെങ്കിൽ അതാ ഉള്ളത്. ഇനി വേറെ എന്ത് ചോദിക്കണോ അത് തന്നെ ചോദിക്കാനുള്ളത് പറഞ്ഞു. കാല, തങ്ങൾ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. വൈന്യല നഫ്സിക് ബികസറത്തി സുജൂദ്, എന്നൊരു കാര്യം ഈ അമ്മക്കൊപ്പം കൂടി തരണം, സുജൂദ് ഏറ്റണം കേട്ടോ. സുജൂദ് മാത്രം ഏറ്റാൻ വയ്ക്കൂലല്ലോ, പിന്നെന്ത് വേണം? ഒരക്കാലത്ത് 3 സുജൂദേ പറ്റുമോ? അപ്പം നിസ്കാരം ഏറ്റണം. ശരി, സിജു തോന്നെ നിസ്കരിച്ച് കണ്ടിട്ടോ എന്നർത്ഥം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഓഫർ ഞാൻ വാങ്ങിത്തരാം, പക്ഷെ എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عن نبي عبد الله وقال أبو عبد الرحمن ثوبان رضي الله عنه റിപ്പോർട്ട് മൗലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, അലൈക ബികസറത്തി സുജൂദ്, സൗബാനെ നീ സുജൂദ് അധികരിപ്പിക്കലിനെ വിഷയമാക്കണം, നമസ്കരിക്കണം. ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജ്ദതൻ, നീ അല്ലാഹുവിനിക്ക് ഒരു സുജൂദ് ചെയ്യില്ല, ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ, അത് കാരണം അള്ളാഹു നിനക്ക് ഒരു ഗ്രേഡ് ഉയർത്തിയിട്ടല്ലാതെ, അത് കാരണമായിട്ടൊരു പാപത്തെ അള്ളാഹു നിന്നെ തൊട്ട് താഴ്ത്തിക്കളഞ്ഞിട്ടല്ലാതെയും. റവാഹു മുസ്ലിം. عن أبي صفوان عبد الله بن مسلم الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير الناس, നാസിൽ ഖൈറായവൻ ഒരുത്തനാണ്, ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിച്ചു, കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തു. പിന്നെ റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. ബുസ്ർ എന്നത് ബിളമ്മിൽ ബാഇ വസ്സീനിൽ മുഹ്മല, അങ്ങനെ ബുസ്ർ എന്ന് വായിക്കണം. യെസ് എന്ത് വായിക്കരുത്? ബിഷ്ർ എന്ന് വായിക്കരുത്. പിന്നെ വായിച്ചോളി. അപ്പോൾ ദീർഘായുസും ആഫിയത്തും മാത്രം വരുന്നാൽ പോരാ, നല്ല കർമ്മത്തോടു കൂടെയുള്ള ദീർഘായുസും ആഫിയത്തും കൊടുക്കാൻ അത് വരക്കേണ്ടി കേട്ടോ. وعن أنس رضي الله عنه أنه قال قاب عمي أنس بن النضر رضي الله عنه. ഇപ്പോൾ 2 അനസ് ഉണ്ട്, നല്ല മാറാൻ നിൽക്കണ്ട.
എൻ്റെ അമ്മാവുന്ന അനസ് അപ്രത്യക്ഷനായി അൻ കിതാലി ബദർ, ബദർ യുദ്ധത്തിനെ തൊട്ട്. എൻ്റെ അമ്മാവുന്ന അനസ് എന്നവർക്ക് ബദറിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയില്ല. ഫക്കാൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഖിബ്തു, ഞാൻ അപ്രത്യക്ഷമായി പോയല്ലോ, അൻ അവ്വലി ഖിതാലിൻ ഖാതൽതുൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങൾക്കിടയെ തങ്ങൾ നടത്തിയ ആദ്യ ഖിതാലിൽ തന്നെ ഞാൻ ഗായിബായല്ലോ നബിയെ. ലഇനില്ലാഹു അശ്ഹദനി ഖിതാലു മുശ്രിക്കീൻ, ഇനി മുശ്രിക്കീങ്ങൾക്കെതിരെയുള്ള ഒരു സമരത്തിൽ അള്ളാഹു എനിക്ക് ഹാജരാകാൻ ഭാഗ്യം തന്നുവെങ്കിൽ ലയുരിയന്നല്ലാഹു മാ സനഊ, ഞാൻ കാട്ടിക്കൂട്ടുന്നത് അള്ളാഹു എനിക്ക് ഞാനെന്ന് കാട്ടിക്കൊടുക്കും. അല്ലല്ലേ യറയന്ന അള്ളാഹു എന്ന് അങ്ങനെ വായിച്ച ലയുരിയന്നല്ലാഹു, അള്ളാഹു ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കും മാസനവു ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലയറയന്നല്ലാഹു, അള്ളാഹു കാണും മാസനവു ഞാൻ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ ഫലമ്മാക്കാന യൗമു ഉഹദിൻ, അങ്ങനെ ഉഹദിൻ്റെ യൗമ് വന്നപ്പോൾ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇങ്കശഫൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളെന്ന് ചിതറിയോടേണ്ടി വന്നു. ഫക്കാല, ആ സമയത്ത് അനസ് എന്നവർ പറയാണ്, എൻ്റെ അമ്മാവുന്ന അനസ് പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ആയത്തിറുയിലേക്ക് മിമ്മാ സനഹൗലായി, ഈ സംഘം ചെയ്തു കൂട്ടിയതിനെ തൊട്ട് ഞാൻ നിന്നിലേക്ക് ഉഴുതിർ ബോധിപ്പിക്കുന്നു റബ്ബേ. ഈ കൂട്ടുകാരനായ യൈനി അസ്ഹാബുഹു, ഈ കുറച്ച് സഹാബ ചിതറി ഓടിയല്ലോ മുത്തനബി. പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ല എന്ത് ചെയ്യരുത്, അനുവാദം കിട്ടാതെ അവിടുന്ന് പോരരുത് കാരണം നിർത്തിനോടത്തുനിന്ന് യുദ്ധം കഴിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോന്നല്ലോ. അവർ കാട്ടേനെ തൊട്ട് ഞാനിത് എതിർബോധിപ്പിക്കുന്നു. വാബുറോയിലേക്ക് മിമ്മാസനാവുലാ, ഈ ടീം കാട്ടിക്കൂട്ടതിനെ തൊട്ട് ഞാൻ ഇന്നേക്കുന്ന ഒഴിയുന്നു റബ്ബേ. ഈ ടീം കാരണം അതിന് മുശ്രിക്കീന എന്ന് പറഞ്ഞു കാണും. സുമ്മത്തക്കദ്ദമാ, എൻ്റെ അമ്മാവുന്ന അനസ് എന്നവർ മുന്നോട്ടെടുത്ത് ചാടി. ഫസ്തഖ്ബലഹു സഅദ് മുആദ്, അപ്പണ്ട് സഅദ് റളിയല്ലാഹു അൻഹു തിരികെ വരുന്നു. ഫഖാല, ആ സമയത്ത് എൻ്റെ അനസ് അമ്മ പറഞ്ഞു, യാ സഅദ് ഇബ്നു മുആദ്, എടാ സഅദേ, അൽ ജന്നത്തു, സ്വർഗമാണടാ മുന്നിൽ കാണുന്നത്. റബ്ബിൽ കഅബ, കഅബാൻ പഠിച്ച റബ്ബാണ് സത്യം. ഇന്നി അജിദു റീഹഹ, ആ സ്വർഗത്തിൻ്റെ മണം ഞാൻ എത്തിക്കുന്നു. മിൻ ദൂനി ഉഹദ്, ഉഹദിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ മണം ഞാൻ എത്തിക്കുന്നുണ്ട് സഅദേ. കാല സഅദുൻ, സഅദ് റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ്, ഫമസ്തതഅതു യാ റസൂലല്ലാഹ് മാ സനഅ, അന്ന് അനസ് കാട്ടിയത് ചെയ്യാൻ എനിക്കന്ന് സാധിച്ചില്ല അള്ളാഹിൻ്റെ റസൂലേ. കാല അനസുൻ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് പറയാണ്, വജദ്നാബിഹി, എൻ്റെ അമ്മാവുന്ന അനസിൽ ഞങ്ങൾ എത്തിച്ചു. ബിൽ അംവ സമാനീന, എംബിച്ചില്ലാനും എത്തിച്ചു. ലർബത്തമ്പി സൈഫി, വാളുകൊണ്ടുള്ള വെട്ടായും കൊണ്ടും, അവ താഴത്തമ്പി റുംഹിൻ, കുന്തം കൊണ്ടുള്ള കുത്തായും കൊണ്ടും, അവർ റമ്യത്തമ്പി സമിൻ, അമ്പ് കൊണ്ടുള്ളതായിരിക്കുന്ന ഏറിയലായിട്ടും എംബിച്ചില്ലാനും ഞങ്ങൾ എണ്ണി നോക്കുമ്പോൾ എത്തിച്ചു. ഫവജദ്നാഹു, അമ്മന് ഞങ്ങൾ എത്തിച്ചു. അത് കുത്തില, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. മസല ബിഹിൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ അദ്ദേഹത്തെ അംഗച്ഛേദം നടത്തിയിട്ടുണ്ട്. കശാപ്പ് ശാലയിൽ വെട്ടിയ മാതിരി വെട്ടി നുറുക്കിയിട്ടുണ്ട്. ഫമാറഫഹു, അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. അഹദുൻ, ഒരാൾക്ക് ബന്ധത്തെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അമ്മ ഈ കടക്കുന്നത് അനസാന്നുള്ളത്. ഇല്ലാ ഖുത്തുഹു, തൻ്റെ പങ്ങൾക്കല്ലാതെ മനസ്സിലായില്ല ഒരാൾക്കും. ബിബനാനിഹി, മനസ്സിലായത് എങ്ങനെയാണെന്നോ, വിരൽ തുമ്പ് കണ്ടിട്ട് മനസ്സിലായി ഇതിൻ്റെ അമ്മാണ്, എൻ്റെ പെങ്ങൾ ആങ്ങളാണ് ഈ കിടക്കണമെന്നുള്ളത്. കാലാനുസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാനറ, ഞങ്ങൾ അഭിപ്രായപ്പെടാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതൊന്നു ഞങ്ങൾ വിചാരിക്കാറുണ്ടായിരുന്നു, അന്നാദിഹിൽ ആയത്ത്, നിശ്ചയമായിട്ടും ഈ ആയത്ത് സ്നാസലത്ത് ഫീഹി, ഈ അനസിൻ്റെ കാര്യത്തിലാണ് ഇറങ്ങിയത് എന്ന് നിങ്ങൾ പറയാറുണ്ടായിരുന്നു. ഫി അഷ്ബായി, മൂപ്പരെ പോലത്തതായ അസ്ഹാബിൻ്റെ കാര്യത്തിലും. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുണ്ട് റിജാലും, ചില ആൺകുട്ടികൾ, സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, ഏതൊന്നിനു മേൽ അള്ളാഹുവിനോട് ഒരു വാക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് അങ്ങനെ തന്നെ സത്യസന്ധമായി പുലർത്തുന്ന മനുഷ്യന്മാർ, മനുഷ്യ മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് ഇവരെ കാലത്ത് ഇറങ്ങി ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇലാഖിരിഹ മുത്തഫഖുൻ അലൈഹി ഖൗലുഹു ലയറയന്നല്ലാഹു നബി ലമ്മിൽ യാഇ വഗസിറായി ഇരിയന്നല്ലാഹു എന്ന് വായിക്കാം. അങ്ങനെ അതിനർത്ഥം യുദ്ഹിറന്നല്ലാഹു ദാലിക ലിന്നാസി, അത് ജനാസിനക്ക് അല്ലാഹു ഒഴിവാക്കി കൊടുക്കുന്ന അർത്ഥം. റുവ്യബിവത്തയുമായി ഇറയന്നല്ലാഹു എന്ന് വായിക്കാം. അങ്ങനെ അല്ലാഹു ആലം.
അസാദിസാസറാൻ നബി മസൂദിൻ വഖബ് ബിൻ അംരിൻ അൻസാരി അൽ ബദരി റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ നസലത്ത് ആയത്തു സദഖത്തി സ്വതക്കയെക്കുറിച്ചുള്ള ആയത്തിറങ്ങിയപ്പോൾ കുന്ന ഞങ്ങളായി നുഹാമിലു അലാ ലുഹൂരിന ഞങ്ങളുടെ മുതുകം പുറത്ത് ഞങ്ങൾ ചുമന്നു കൊണ്ടുവരുന്നവരായി ഫജാ റജുലുൻ റജുലു വന്നു തസദ്ദഖ ബിഹി ഷൈഇൻ കസീർ വലിയൊരു ഷെയ് കൊണ്ട് കസീറായ ഷെയ് കൊണ്ട് അദ്ദേഹം സ്വതക്ക ചെയ്തു. കാലു അപ്പോൾ ചിലർ കണ്ടപ്പോൾ മുറായിൻ പറഞ്ഞു ഓ ലോകമാന്യക്കാരനാണ്, ആൾക്കാർ കാണാൻ വേണ്ടിയാണോ കൊണ്ടുവന്ന് കാരണം. റജുലിനാഹ്റു വേറെ റജുൽ കൊണ്ടുവന്നു. ഫതസദ്ദഖ ബിസായിൻ അദ്ദേഹം ഒരു സായി കൊണ്ടായി വന്നിട്ടുള്ളൂ. ഫഖാലു ഇന്നല്ലാഹു വനിയൻ സായിഹ അൻ സായിഹാദ ഈ ചങ്ങായിൻ്റെ സായിനത്തൊക്കെ അള്ളാഹ് ആവശ്യം തീർന്നവനാണ് കാരണം ഇവൻ്റെ സായി കിട്ടിയിട്ടാണ് ഇപ്പോൾ അള്ളാഹ്ക്ക്. ഫനസലത്ത് ആയത്തിറങ്ങി അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും അല്ലദീന ഒരു വിഭാഗം യൽമിസൂന അവർ കുത്തി കുത്തി പറയും അൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്ന് സ്വതക്കാതി സ്വതക്കയിൽ നല്ലോണം കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് പോലെ കുത്തിപ്പറയും മുറയ്യ എന്നറിഞ്ഞാണ്ട്. വല്ലദീന ഒരു ഭാഗത്തെയും കുത്തിപ്പറയും ലാജിദൂന ഇല്ലാ ജൂതവും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ ഒരു സായ് പോലത്തെ കുറച്ചല്ലാതെ എത്തിക്കൂല അങ്ങനത്തെ ഒരു ഇള്ള കൊണ്ടുവരുമ്പോൾ അതിന് കുത്തി പറയുന്ന കുറച്ച് ആൾക്കാർ എന്ന് തൗബ സൂറത്തിൽ ആയത്തിറങ്ങിയത് ഇവരെ കാര്യത്തിലാണ്. തവക്കുൻ അലൈഹി ഹാദാ ലഫ്ദുൽ ബുഖാരി വനുഹാമിലു എന്ന് പറഞ്ഞാൽ ബിൽ നമ്മിനൂനി വബിൽ ഹൈൻ ഐ മുഹ്മലത്തി ഐ യഹ്മിലു അഹദുന അലാ ലഹിരിഹി ഞങ്ങൾ ഒരാൾ തൻ്റെ മുതുകിൻ്റെ മേൽ ചുമക്കാറുണ്ടായിരുന്നു ബിലുജുറത്തി കൂലിക്ക് പകരം വതസദ്ദഖു ബിഹാ അങ്ങനെ അതുകൊണ്ട് സദ്ഖയും ചെയ്യാറുണ്ടായിരുന്നു എന്നതിൻ്റെ മാന. عن سعيد بن عبد العزيز عن ربيعة بن يزيد عن أبي إدريس الخولاني رضي الله عنه أبي ذر جندب بن جنادة عن النبي صلى الله عليه وسلم فيما يروي عن الله അള്ളാഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഖുദ്സി ഹദീസാണ് നേരത്തെ വന്നത്. കാല അള്ളാഹു പറയാണ് യാ ഇബാദി എൻ്റെ അടിയാറുകളെ ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി എൻ്റെ നഫ്സിന്മേൽ ഞാൻ ദുൽമ ഹറമാക്കിയാണ്. വജഅൽതുഹു ബൈനക്കും മുഹറമാ ദുൽമ ഞാൻ നിങ്ങൾക്കിടയിൽ പരസ്പരവും ഹറമാക്കിയിട്ടുണ്ട്. ഫലാ തദാലമൂ നിങ്ങൾ അങ്ങും ഇങ്ങും ദുൽമ ചെയ്യരുതേ. യാ ഇബാദി എൻ്റെ അടിയാറുകളെ കുല്ലുക്കും ളാല്ലുൻ നിങ്ങളെല്ലാവരും വഴിവഴിച്ചവനാണ്. ഇല്ലാമൻ ഹദൈതുഹു ഞാൻ നേർവഴി കാണിച്ചെന്നവരല്ലാതെ ഫസ്തഹ്ദൂനി എന്നോട് നേർവഴി തേടിക്കോളി അഹദിക്കും നേർവഴിയിലേക്ക് ഞാൻ നിങ്ങൾ ചേർക്കും. യാ ഇബാദിൻ്റെ അടിയാറെ കൊല്ലുക്കും ജായോ നിങ്ങളൊക്കെ വിശന്നവരാണ്. ഇല്ലാമൻ അത്അംതുഹു ഞാൻ തിന്നവരല്ലാതെ വസ്തതഇമൂനി എന്നോട് ഭക്ഷണം തേടിക്കോളി ഉത്തഴിക്കും ഞാൻ നിങ്ങൾക്ക് തിന്നാ തരും. യാ ഇബാദി കുല്ലുക്കുമാരിൻ നിങ്ങളെല്ലാവരും നഗ്നരാണ്. ഇല്ലാമൻ കസൗത്തുഹു ഞാൻ തരുന്ന വസ്ത്രം നൽകിയവരല്ലാതെ വസ്തക്സൂനി എന്നോട് വസ്ത്രം നേടിക്കോളി അക്സുക്കും ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകും. യാ ഇബാദി എൻ്റെ അടിയാറുകളെ ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ നിങ്ങൾ രാവും പകലും തെറ്റ് ചെയ്യുന്നവരാണ്. വനഗ്ഫിറു ദുനൂബ ജമീഅ എല്ലാ തെറ്റും ഞാനാണ് പൊറുക്കുന്നത്. വസ്തഗ്ഫിറൂനി എന്നോട് പൊറുക്കലിനെ തേടിക്കോളി യഗ്ഫിർ ലക്കും ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരും. യാ ഇബാദി ഇന്നക്കും ലതബ്ലുഗൂ ദുർരി വതദുറൂനി എന്നെ ലുറ് ചെയ്യാൻ എളിയൽ നിങ്ങൾ എത്തിക്കൂല. അങ്ങ് എത്തിക്കായിരുന്നെങ്കിൽ ലുറു നിങ്ങൾക്ക് ലുറ് ചെയ്യാമായിരുന്നു. വലം തബ്ലുഗൂ നഫ്ഇ എനിക്ക് നഫ്ഇ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ എത്തിക്കൂല. അങ്ങനെ തൻഫഊനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നഫ്ഇ ചെയ്യാമായിരുന്നു. യാ ഇബാദി എൻ്റെ അടിയാറുകളെ ലൗ അന്ന അവലക്കും വാഖിറക്കും വഇൻസക്കും വജിന്നക്കും നിങ്ങൾ ആദ്യത്തെവരും ഇനി അവസാനത്തെവരും നിങ്ങൾ ഇന്നുള്ളവരും ഇനി കഴിഞ്ഞു പോയവരും വരാൻ പോകുന്നവരും സർവ്വരും ജിൻസക്കും ജിന്നക്കും നിങ്ങളുടെ മനുഷ്യവർഗവും ഭൂതവർഗവും കാനുവരെല്ലാവരും ആവുകയാണെങ്കിൽ അല്ല അത്തക്ക കൽബി റജുലിൻ വാഹിദിൻ മിൻകും നിങ്ങൾ എന്നില്ല ഒറ്റ മനുഷ്യൻ്റെ കൽബിൻ്റെ തഖ്വൻ്റെ മേലാവുകയാണ് എങ്കിൽ മാസാദ് ദാലിക ഫീ മുൽക്കി ഷൈആ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യൻ്റെ കൽബിൻ്റെ മേൽ എല്ലാവരും ഉണ്ടായിച്ചോളി എന്നാലും അതെൻ്റെ മുൽക്കിൽ ഷൈനെയും ഏറ്റൂല. നേരെ മറിച്ചു യായിബാദിൻ്റെ അറിയാളുകളെ വൻ അവൽക്കും വാഹറക്കും വൈൻസക്കും ജിന്നക്കും കാനു ഈ സർവരും കാനു ആരാവുകയാണെങ്കിൽ അല്ല അഫ്ജരി കൽബിറജിലിമിക്കും നിങ്ങളെ കൂട്ടത്തിൽ നീ ഏറ്റവും നമ്മാടിയായ മനുഷ്യൻ്റെ കൽബിൻ്റെ മേലാവുകയാണെങ്കിലും മാനകസദാലികം മുൽക്കി ചെയ്യാ അതെൻ്റെ മുൽക്കിൽ നിന്ന് ചെയ്യുന്നേയും അത് കുറക്കൂല. യായിബാദിൻ്റെ അടിയാറുകളെ വൻ അവലക്കും വാഹറക്കും വൈൻസക്കും ജിന്നക്കും കാമു ഈ സൈദിയും വാഹിര്യങ്ങൾ എല്ലാവരും കൂടി വരും ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി സാരൂനി എന്നോട് ദ്വാരുന്നാൽ വായത്തേത്ത് കൊല്ല ഇൻസാനി മസ്തലത്തോ ചോദിച്ചോക്കുമ്പോൾ ഞാൻ കൊടുത്താലും മാനകസദാലികം ഇമ്മാന്തി എൻ്റെ അടുത്തുള്ളതിൽ നിന്ന് അത് കുറക്കൂല. ഇല്ലാക്കമാ എങ്കുസ്ലിം യഹിയത്തു ഒരു സൂചി കുറക്കും പോലെയല്ലാതെ ഇതാ ഉദ്ഖില ഫിൽ ബഹരി
സമുദ്രത്തിൽ ഒരു സൂചി കുത്തിയെടുത്താൽ എത്ര കമ്മിയാകുമോ അതുപോലെ അല്ലാതെ കുറയില്ല. യാ ഇബാദിൻ്റെ അടിയാറുകളെ ഇന്ന മാഹിയായ മാലുക്കും വിഷയമായിട്ടും സംഭവം ഇതൊക്കെ രാമകർമ്മങ്ങളാണ്. ഹസിഹാലക്കും അതെല്ലാം നിങ്ങൾ തിട്ടപ്പെടുത്തി വെക്കുന്നതാണ്. സൊമ്മോഫീക്കും അതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പിന്നീട് പൂർത്തിയാക്കി തരും. വജദ ഹൈറ ആയതുകൊണ്ട് ഹൈർ ചെയ്യാനുള്ള തൗഫീഖ് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വലിയ അഹമ്മദില്ലാഹ് അൽഹംദുലില്ലാ പറയട്ടെ. വജദ ഹൈറദാലിക്ക ആർക്കെങ്കിലും തെറ്റ് ചെയ്യാനുള്ള വിധിയാണ് ഉണ്ടായതെങ്കിൽ അതിന് നന്മ ചെയ്യാനുള്ള വിധി കിട്ടിയില്ല എങ്കിൽ ഫലായാലും എന്നെ ഇല്ലാ നഫ്സഹു നഫ്സിനല്ലാതെ കുറ്റപ്പെടുത്തും വേണ്ട. കാല സയ്യിദ് എന്നൊരു പറയാണ് കാന അബു ഇദ്രീസ് എന്നൊരു ആയിരുന്നു. ഇത് ഹദ്ദസ ബിഹാദൽ ഹദീസി ഈ ഹദീസ് കൊണ്ട് ഹദീസ് പറയുമ്പോൾ ജസാല റുക്ബത്തൈഹി രണ്ട് മുട്ടിൻ്റെ മേൽ ഇങ്ങോട്ട് ആവേശം കൊണ്ട് എണീറ്റിരിക്കാറുണ്ടായിരുന്നു. റവാഹു മുസ്ലിം. വറൂവീന ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖാല ലൈസ ലി അഹ്ലി ശാമി ഹദീസുൻ ഷാമിലെ അയൽക്കാർക്ക് ഹദീസ് തന്നെ ഇല്ല അഷ്റഫു മിൻ ഹാദൽ ഹദീസ് ഈ ഹദീസിനേക്കാൾ ഷറഫുള്ള മറ്റൊരു ഹദീസും അവർക്കില്ല. ബാബുൽ ഹസ്സി അലൽ ഇസ്തിയാദി അലൽ ഖൈരി ഫി അവാഖിരിൽ ഉംരി. പ്രായം ലാസ്റ്റിക്ക് അങ്ങോട്ട് ആകും തോറും ഹൈറായ കാര്യങ്ങൾ ഏറ്റലിന് മേൽ പ്രേരിപ്പിക്കുന്ന ബാബ്. പ്രായം കൂടും തോറും എന്ത് ചെയ്യണം? മനുഷ്യന് ഹൈറ് തോനെ ചെയ്യാൻ നോക്കണം. ഖാലല്ലാഹു തആല അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. പാഠം ഉൾക്കൊള്ളാവുന്നവനിക്ക് ഏത് പ്രായത്തിൽ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുമോ അങ്ങനത്തെ പ്രായം നാം നിങ്ങൾ തന്നില്ലയോ എന്നൊരു ചോദ്യമുണ്ട് നാളെ. ഇപ്പോൾ ജാക്കുമുൻ നദീർ, നിങ്ങൾക്ക് നദീറും വന്നില്ലയോ എന്നൊരു ചോദ്യമുണ്ട് നാളെ മാഷറിയുന്നു. കാലബിൻ അബ്ബാസിൻ വൽ മുഹഖിഖൂന മായനാഹു ഈ പറഞ്ഞതിൻ്റെ മായന അവലം നുഅമ്മിർകും സിത്തീന സന 60 വയസ്സ് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലയോ എന്നാ. എന്നാൽ വയുഅയ്യിദുഹുൽ ഹദീസുല്ലദീസ് നദ്കുറുഹു ഇൻഷാ അല്ലാഹ്. ഈ ഹദീസ് പറയുമ്പോൾ കൂട്ടത്തിൽ ഹദീസ് പറയുമ്പോൾ ഹദീസ് ഈ തഫ്സീറിന് ബലം നൽകുന്നുണ്ട്. വക്കീല മാനാവു സമാനിയ അശറ സന 18 വയസ്സ് തന്നില്ലയോ എന്നാ ഒരു തഫ്സീർ. വക്കീല 40 സന 40 വയസ്സ് തന്നില്ലയോ എന്നാ ഒരു തഫ്സീർ. ഖാലഹുൽ ഹസൻ വൽ കൽബിയു വമസ്റൂഖ് റളിയല്ലാഹു അൻഹും. വനുഖില ഇബ്നു അബ്ബാസിൻ അയ്ളൻ ഇബ്നു അബ്ബാസ് എന്നിടത്തോട്ട് നഖൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തഫ്സീറിന് പുറമെ. വനഖലു അന്ന അഹ്ലൽ മദീനത്തി കാനു മദീനക്കാരായിരുന്നു ഇദാ ബലഗ അഹദുഹും 40 സനത്തൻ. മദീനക്കാരിൽപ്പെട്ട ആളുകളായിരുന്നു 40 വയസ്സായി കഴിഞ്ഞാൽ തഫറഖലിൽ ഇബാദത്തിന് ഒഴിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു. വക്കീല ഹുവൽ ബുലൂഗ്. ഒരഭിപ്രായം. വേറെ അഭിപ്രായം എന്താണ്? അവരെ നുഅമ്മിർകുമാത്തെ കുറിച്ച് പ്രായം ഉദ്ദേശിക്കുന്നത് ബുലൂഗാണ്. കുട്ടിക്കാലത്ത് മരിച്ചവർ ചോദിച്ചൂല, പ്രായപൂർത്തിയായവരൊക്കെ എന്ത് ചോദിക്കും? നാളെ മസറിയിൽ ചോദ്യം ചോദിക്കും അവരെ. വഖൗലുഹു തആല വജാഅകുമുൻ നദീർ. നദീർ വന്നില്ലയോ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് എന്നവരും ജുംഹൂറും പറഞ്ഞത് ഹുവ നബിയു. ആ താക്കീതുകാരൻ ആരാണ്? നബിയാണ്. വക്കീല ഷൈബു. ഒരഭിപ്രായം നെരയാണ്. കാല ഇക്രിമത്തു അഭിനയനത്ത വൈറൂമ പോലെയാണ് ഈ നെര എന്നുള്ള അഭിപ്രായം പറഞ്ഞത്. ഇക്രിമത്ത് വീനത്തും അല്ലാത്തവരൊക്കെ അല്ലാഹു അഅലം. നമ്മല്ലാദീഥുവാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അഅ്ദറല്ലാഹു ലംബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊള്ള അങ്ങേയറ്റം ഉദ്ർ പറയും. ഉദ്ർ കൊടുത്തവനാവും. ഒരു ഇമ്രീൻ മനുഷ്യൻ അഖറ അജലഹു ഇലാ അജലഹു അവൻ്റെ അവധി അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്തിച്ചു. അത്താ ബലഗ 60 സന 60 കൊല്ലത്ത് എത്തിക്കുന്നത് വരെ. അതിൻ്റെ മായന ബാക്കി വായിച്ചു. ഈ ആയദറിൻ്റെ മായന ഉലമാവ് പറയാണ് മായനാഹു ലം യത്റുകു ലഹു ഉസ്റൻ. അള്ളാഹു ഉസ്റൊന്നും ഒഴിച്ചിടൂല എന്നായിരുന്നു. നാളെ മാസറി ചെല്ലുമ്പോൾ ഒരു ഉസ്റും പറയാനുണ്ടാവില്ല. ഉസ്റൊക്കെ ഫുള്ള് കഴിഞ്ഞ് അഞ്ച് കുട്ടിക്കാർ ഒരു 30 വയസ്സിലൊക്കെ മരിച്ചിക്കാണെങ്കിൽ എന്തെങ്കിലും പറയുനി, 40 മരിച്ചിക്കാൻ എന്തെങ്കിലും ഉസ്റ് പറയുനി, 50 വയസ്സിലും പറയുനി. 60 എത്തിയിട്ട് നന്നാകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് ഉസ്റ് പറയാനൊന്നുമില്ല. അതാണ് അഅ്ദറല്ലാഹു എന്ന് പറഞ്ഞാൽ അഫലോ അങ്ങനെയാണ്. ഇതാ അംഹലഹു ആദിഹിൽ മുദ്ദ. ഈ പ്രായത്തിലേക്ക് അള്ളാഹു താമസം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉസ്റും അള്ളാഹുവിനെ ഒഴിച്ചിട്ടിട്ടില്ല എന്നതിൻ്റെ മാനായി. കാലു അഅ്ദറ റജുലു എന്ന് പറയലുണ്ട്. അപ്പോൾ ഇതാ ബലഗൽ ആയത ബിൽ ഉസ്രി. ഉസ്റ് കൊടുക്കുന്നതിൽ അങ്ങേയറ്റം എത്തിച്ചു കഴിഞ്ഞവൻ എന്ത് പറയും?
ആദറജുലു എന്ന് പറയലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കാന ഉമർ റളിയല്ലാഹു അൻഹു യുദ്ഖിലുനി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഇബ്നു അബ്ബാസ് പറയാണ് കാന ഉമർ റളിയല്ലാഹു അൻഹു യുദ്ഖിലുനി മാശിയാഖി ബദർ. ബദറിൽ വരെ പങ്കെടുത്ത വൃദ്ധന്മാരാതായിരിക്കുന്ന സഹാബത്തിൻ്റെ കൂടെ എന്നെയും പ്രവേശിപ്പിക്കും. ചർച്ചാ ഹാൾക്ക് ചർച്ച ദർബാർ ഉണ്ടാവില്ലേ, ഉമർ റളിയല്ലാഹു കാലത്ത് ഉണ്ടാവുന്ന ദർബാറിൽ ചർച്ച ഉണ്ടാവില്ലേ, എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യും. നിങ്ങളാരെ ഹദീസ് മുത്തനബി എന്തെങ്കിലും കേട്ടണോ, നിങ്ങൾ എന്തെങ്കിലും കേട്ടണോ. ആ കൂട്ടത്തിൽ ബദറിൽ വരെ പങ്കെടുത്ത പ്രായം ചെന്ന സഹാബത്തിൻ്റെ ആര് പ്രവേശിപ്പിക്കും? കുട്ടിയാവുന്ന എന്നെയും പ്രവേശിപ്പിക്കും. ഫക്കാന്ന ബാലവും വജദ ഫീ നഫ്സിഹി. ചിലവർക്ക് അത് പിടിക്കാത്ത മാതിരി, അതുപോലെ മനസ്സിൽ ഈ കുഞ്ഞി കുട്ടികളൊക്കെ നമ്മളെ കൂട്ടത്തിൽക്കാരി കൂടി ഫക്കാല ചിലർ ഇങ്ങനെ ചോദിച്ചു, ലിമയദുഖുലു ആദാമാന, ഇവനെന്തിനാ നമ്മളെ കൂട്ടത്തേക്ക് കയറി വന്നത്? ഈ വരന അബിനാ ഉൻമിസിലുഹു, ഇവനെ പോലത്തെ മക്കളുണ്ട് നമ്മക്കൊക്കെയാണ്. ഫകാല ഉമർ പറഞ്ഞു, ഇന്നഹു മിന്നൈസു അലിംതും, ആ കുട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കിയ സ്ഥാനത്താണ്. ഫദാനി, എന്നെ വിളിച്ചിട്ട് ദാത്തയോമിനെ ദിവസം വിളിച്ചു. അദഖല നീമാഹും, അവിടെ കൂടെ എന്നെയും പ്രവേശിപ്പിച്ചു. വലംഫമാ റായിത്തു, അന്ന് എനിക്ക് അഭിപ്രായമില്ല. അന്നി ദാനി, ഈ എന്നെ ഉമർ എന്നവർ ക്ഷണിച്ചത്, ഈ യൗമൈദീൻ അന്ന് ക്ഷണിച്ചത്, ഇല്ലാലിയുരിയഹും ഫമാ റായിത്തു, ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എന്ന്. എൻ്റെ വാക്യാണ് ഇല്ലാലിയുരിയഹും, ഓൽക്ക് ഉമർ നിന്നെ കാണിച്ചു കൊടുക്കാനല്ലാതെ. ഈ കുട്ടി, ഞാൻ എന്തിനാണ് ഈ കുട്ടികളെ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ വലിച്ചു വരുത്തുന്നത് എന്ന് എന്തിനാണെന്ന് വയസ്സന്മാർക്ക് സംശയമില്ലേനോ? ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിങ്ങാണ്ടല്ലാതെ എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എൻ്റെ അഭിപ്രായം അതാണ്. അന്ന് എന്നെ വിളിച്ചത് എന്തിനാണ്? ഈ കുട്ടി ചില്ലറ കുഞ്ഞിക്കുട്ടി അല്ല, ഇതൊക്കെ സംഗതി അല്ല, കയമ്പ് കുട്ടിൻ്റെ ഒക്കെ ഉണ്ട് എന്ന് ആർക്ക് കാട്ടിക്കൊടുക്കാനാണ്? മറ്റവർക്ക് കാട്ടിക്കൊടുക്കാനാണ്. കാല ഉമർ എന്നവർ ചോദിച്ചു, മാതാക്കോലു നബി കൗലില്ല, അള്ളാൻ്റെ ഈ ആയത്തിനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ ആയത്തിനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത് ചോദിച്ചു. കാല ബാദു, ജലൽ പറഞ്ഞു, ഉമിർനാ നഹ്മദുല്ലാഹ വനസ്തഗ്ഫിറുഹു ഇദാ നുസിർനാ വഫുതിഹ അലൈനാ വഫതഹ, ഇദാ നസറന, അള്ളാഹ് നമുക്ക് നസർ തരികയും ഫതഹ അലൈനാ, നമ്മളിൽ അള്ളാഹ് ഫതഹ തരികയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മൾ ഹംദും ഇസ്തിഗ്ഫാർ നടത്തണം. ഈ കൽപ്പനയാണ് ഇതിലുള്ളത് കാരണം. അപ്പോൾ സക്കത്ത ഭാഗം ചിലർ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായില്ല കാരണം. ഫലം യഖുൽ ഷൈഅൻ, ഒന്നും മുണ്ടിയില്ല. ഫക്കാലി, എന്നോട് ചോദിച്ചു, അകദാലിക തഖൂലിയ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസേ ഇതന്നെയാണ് നിങ്ങൾക്കും പറയാനുള്ളത് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു, ലാ, അല്ലായിരുന്നു. കാല ഫമാ തഖൂലു, പിന്നെ എന്താ നിൻ്റെ അഭിപ്രായം എന്താ ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു, ഹു അജലു റസൂലില്ലാ, ഇത് റസൂലുള്ളാൻ്റെ വഫാത്താണ്. അയലമുഹൂലഹു, വഫാത്താനാകായിട്ടുണ്ട്, ആകാനായിട്ടുണ്ട് എന്ന് മുത്തനബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്തേക്കാണ് പറഞ്ഞു. കാല ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്നുള്ള പറഞ്ഞു. വദാലിക അലാമത്തു അജ്ലിക, നബിയെ തങ്ങളുടെ അജലിൻ്റെ അലാമത്താണ്. ആയതുകൊണ്ട് സബ്ബീബിയം റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. മക്ക ഇസ്ലാമിൻ്റെ അധീനത്തിൽ വരികയും അള്ളാഹിൻ്റെ സഹായം കിട്ടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അസ്തഗ്ഫിർ, ഇനി വാളും പരിചയൊക്കെ താഴത്ത് വെച്ചൊക്കെയുണ്ട്. ഇനി എന്ത് ചെയ്തൊക്കെയുണ്ട്? ഇനി അസ്തഗ്ഫിറുല്ലയും സുബ്ഹാനല്ലയും ചൊല്ലി കുത്തിർന്നിക്കണ്ടേ പറഞ്ഞു. അതിനർത്ഥം എന്താ? അവിടുന്ന് പോകാനായിക്കണ്, ദൗത്യം പൂർത്തിയായിക്കണ്, തങ്ങൾ ലോകത്തേക്ക് അയച്ച ദൗത്യം പൂർത്തിയായിക്കണ്. ഉമർ എന്നവർ പറയാണ്, മാലമിന്ന ഇല്ലാമാ തഖൂലു, താങ്കൾ പറഞ്ഞതല്ലാതെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. റവാഹുൽ ബുഖാരി. ശരിയല്ലേ? അങ്ങനെയാണ്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് മാ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൻ, അള്ളാഹ് റസൂൽ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. ബഅദ നസലത്ത് അലൈഹി, തങ്ങൾ വലിയ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം, ഇദാ ജാ നസ്റുല്ലാഹി ഒത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം, ഇല്ല യഖൂലു ഫീ, അത് തങ്ങൾ ചൊല്ലിയിട്ടല്ലാതെ, സുബ്ഹാനക റബ്ബിനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, ഇത് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു നിസ്കാരവും പിന്നെ മുത്തനബി നിസ്കരിച്ചിട്ടില്ല. മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തി സഹീഹൈനി അൻഹാ, ആയിഷ ബീവിയുടെ സഹീഹൈൻ്റെ റിപ്പോർട്ടിൽ കാണാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി യുക്സിറു അൻ യഖൂല ഫീ റുകൂഇഹി വസുജൂദിഹി, റുകൂഇ സുജൂദ് പറയൽ അധികരിപ്പിക്കും, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതങ്ങനെ തോനെ ചെല്ലും. എന്താ ചെല്ലാൻ കാരണം? ഖുർആൻ,
ഖുർആൻ അനുസരിച്ച് കർമ്മം പ്രവർത്തിക്കുന്നവരാ നിലയിൽ ശരിയല്ലേ? അങ്ങനെ എൻ്റെ മായന യഥാവുൽ ഖുർആൻ അങ്ങനെ അർത്ഥം വെക്കുക. അതാ മായന യഥാവുൽ ഖുർആൻ എന്ന അർത്ഥം യമലുമാവുമിറ ബിഹിബിൽ ഖുർആൻ, ഖുർആനിലൂടെ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാ നിലയിൽ ബി കൗലിഹി തആല വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു എന്ന് പറഞ്ഞില്ലേ, ആ കൽപ്പനയാണ് ആ ചെയ്യുന്നത്. ഫിരിവായത്തിൽ മുസ്ലിമീൻ ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി യുക്സിറു യഖൂല ഖബല യമൂത, മരിക്കുന്നതിന് മുമ്പ് പറയൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനകല്ലാഹു ബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറയാറുണ്ടായിരുന്നു. കാലത്ത് ആയിഷത്തു, ആയിഷ ബി പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ, മാ ഹാദി കലിമാത്തുല്ലത്തി അറാക, എന്താ കുറച്ച് കലിമാത്ത്, അല്ലത്തി യാതെന്നായ അറാക്ക അഹദസ്തഹാ തഖൂലുഹാ, തങ്ങളതിനെ പറയുന്നതായിട്ട് ഏറ്റിട്ടുണ്ടല്ലോ, പുതുക്കിയിട്ടുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കലിമത്ത് ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കാൻ തുടങ്ങിയത് ചോദിച്ചു. കാലാതങ്ങൾ പറഞ്ഞു ജുഅലത്തിൽ അലാമത്തം ഫി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലായും കൊണ്ട് എനിക്ക് അടയാളമത്തെ അല്ലാഹ് വെച്ചിട്ടുണ്ട്. ഇതാ റഅയ്തുഹാ ഖുൽതുഹാ, ആ അടയാളം കണ്ടാൽ ഞാനത് പറയണമെന്നാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ഇലാ ആഖിരി സൂറ. ഫിരിവായത്തിൽ ലഹു, ഓ റിപ്പോർട്ടിൽ കാണാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ഫീ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഇതിങ്ങനെ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. കാലത്ത് ആയിഷ ബി പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറാക തുക്സിറു മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഇതെന്താ അങ്ങനെ പുതിയതായിട്ട് ഏറ്റാൻ കാരണം? ഫഖാല, തങ്ങൾ പറഞ്ഞു, അഖ്ബറനി റബ്ബി, എൻ്റെ റബ്ബനോട് പറഞ്ഞു, അന്നീ സറ അലാമത്തം ഫി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലായതുകൊണ്ട് അടയാളത്തെ ഞാൻ പിന്നീട് കാണുമത്രേ. ഫൈദാ റഅയ്തുഹാ, അത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ അക്സർതു മീൻ അധികരിപ്പിക്കണം. ഫൈദാ റഅയ്തുഹാ, അത് ഞാൻ കണ്ട സ്ഥിതിക്ക് അക്സർതു മീൻ അധികരിപ്പിച്ചതാണ്. മീൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അത് കണ്ട് അധികരിപ്പിക്കണം എന്നാണ്. ഫഖദ് റഅയ്തുഹാ, ഞാനത് കണ്ടിട്ടുണ്ട്. അത് കണ്ടത് അധികരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്, ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്. എന്താ മക്ക ഇസ്ലാമിൻ്റെ അധീനത്തിൽ വന്നു, അള്ളാഹു നസ്ർ എല്ലാ നിലക്കും കിട്ടുകയും ചെയ്തു. പിന്നെ കൂട്ടം കൂട്ടായിട്ട് ആരും ഒന്നും ചെയ്ത് പറയത്തന്നാത് ദഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്നാണ് പറഞ്ഞത്. കൂട്ടം കൂട്ടായിട്ട് എന്ത് ചെയ്തു, ജനങ്ങൾ ഇസ്ലാമിക്ക് വരാൻ തുടങ്ങി. വറ്റി തെറ്റി ബന്ധീനിയം എന്തായി, സംഘം സംഘമായിട്ട് വരൽ തുടങ്ങി. രാജാ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്നാണ്, ഫത്ഹു മക്ക, ഫത്ഹു മക്ക വന്നു കഴിഞ്ഞാൽ റഅയ്തന്നാസ് യദ്ഖുലൂന ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഇന്നല്ലാഹ അസ്സ വജല്ല തഅബൽ വഹയ അലാ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ മേൽ അല്ലാഹു വഹയി തുടരെ വരിയായിട്ട് ഇറക്കാൻ തുടങ്ങി. വഫാത്തി, വഫാത്തിന് മുമ്പ്, അത്തതൂഫിയ, വഫാത്താവുന്നത് വരെ, അക്സറമാ കാനൽ വഹയു, വഹയി അധികരിച്ച് സംഭവിക്കുന്നതിൽ ഏറ്റവും അക്സറായ നിലയിൽ. മുത്തഫഖുൻ അലൈഹി. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു കുല്ലു അബ്ദിൻ, എല്ലാ അടിമയും നാളെ പുനർജന്മത്തിൽ അയക്കപ്പെടൽ അലാമ മാത്ത അലൈഹി, ഏതിന് മരിച്ചോ അതിന് മേലാണ്. കള്ളുടിച്ച് മരിച്ചാൽ നാളെ കള്ളുകുപ്പിയേറ്റേ കാരണം നാളെ ശരീരം വരിക. സിറിഞ്ചോട്ട് കുത്തി കയറ്റിക്കാണ്ടാണ് മരിച്ചത് എങ്കിൽ അങ്ങനെ കാരണം നാളെ മാസരിയിൽ വരിക. അല്ല മുഹരിമായിട്ട് മരിച്ചാൽ മുഹരിമായിട്ടാണ് അവിടെ വരിക, നാളെ മാസരിയിൽ വരിക. ഷഹീദായിട്ട് യുദ്ധത്തിൽ വെട്ടിട്ട് മരിച്ചാൽ നാളെ ആ ഷോരയായിട്ടാണ് നാളെ മാസരിയിൽ വരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചോ നാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാണ് വരിക. കാഫറായി ചത്താൽ നാളെ കാഫറായിട്ടാണ് വരിക. അള്ളാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകട്ടെ. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബും ഫീ ബയാനി കസറതി തുറുഖിൽ ഖൈർ, ഖൈറിൻ്റെ വഴികൾ കസീറാണെന്ന് പറയുന്ന ബാബ്. പല വഴിയുണ്ട് സ്വർഗം വാങ്ങാം. വെറും ദിക്ർ മാത്രമല്ല, വെറും സ്വലാത്ത് മാത്രമല്ല. നോക്കുക, ഖാലല്ലാഹു തആല വമാ തഫ്അലൂ മിൻ ഖൈരിൻ, നിങ്ങൾ ഖൈറാൽ എന്ത് ചെയ്താലും ഫഇന്നല്ലാഹ ബിഹി അലീം, നന്മ എന്ത് ചെയ്താലും അല്ലാഹ് അറിയുന്നുണ്ട്. ഖാല തആല വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. വഖാല തആല ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. പിന്നെ വഖാല തആല മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, ആരെങ്കിലും സാലിഹാത്ത് ചെയ്താൽ അതിന് ഗുണപോലെ തന്നെയാണ്. വല്ലായാത്ത് ഫിൽ ബാബി കസീറ വമ്മൽ അഹാദീദു കസീറത്തുൻ ജിദ്ദൻ വഹിയ ഗൈറു മുൻഹസിറ, തിട്ടമാക്കപ്പെടാൻ കഴിയാത്തത്ര ഹദീസുകളും വന്നിട്ടുണ്ട്. ഫലദ്കുറു തൊർഫം നാദിൽ എന്നൊരു ഭാഗം മാത്രം ഞാനിതാ പറയാൻ പോവുകയാണ്. അന്നബി ജുന്ദുബ് ബിൻ ജുനാദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹി അയ്യുൽ അഅമാലി അഫ്ളലു, അമലിൽ ഏറ്റവും ഉത്തമം ഏതാണ് നബിയെ? ഖാല അൽ ഈമാനു ബില്ലാഹി വൽ ജിഹാദു ഫീ സബീലിഹി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കലും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലെ യുദ്ധവുമാണ്.
കൊൽത്തു അയ്യുർ റിഖാബി അഫ്ളലു, ഏറ്റവും മോചിപ്പിച്ചാൽ പ്രതിഫലം കിട്ടുന്നതായ അടിമേതയാണ് നബിയെ? കാല, തങ്ങൾ പറഞ്ഞു, അംഫസുഹായിൻ തഹ്ലിഹ, അടിമള കൂട്ടത്തിൽ അതിൻ്റെ അഹ്ലുകാരുടെ ഏറ്റവും വില കൂടിയതാണ്. വക്തറുഹ സമന, സമനിനാൽ ഗസീറായതുമാണ്, നല്ല വീതിയുള്ളത്, വിൽക്കാൻ മടിയുള്ളത്. വിൽക്കുകയാണെങ്കിലോ വരുമ്പരിയും പറയും, ആ ജാതി എന്നെ വാങ്ങി മോചിപ്പിക്കണേനാ കൂടുതൽ കൂലി. കൊൽത്തോ ഫൈല്ലം, അപ്പൽ അതിന് ചെയ്യാൻ കഴിയില്ലെങ്കിലോ? കാല തൊഴിലിനു സാനി, തൊഴിലാളിയെ തൊഴിലെടുക്കുമ്പോൾ സഹായിച്ചു കൊടുക്കുക. അത് തൊഴിലാളി ഇങ്ങനെ തൊഴിലെടുക്കുക, അപ്പോൾ ഓനാക്കൊന്ന് കൂടി കൊടുക്കുക. ഔത്തസുനൗലി അഹ്റക്ക, അല്ലെങ്കിൽ പൊട്ടനായ ആളുകൾക്ക്, ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ജോലി ചെയ്തു കൊടുക്കലാണ്. ഒരാൾക്ക് ജോലി അറിയില്ല, ഓൻ ആ ജോലി തൊഴിലും ചെയ്തു കൊടുക്കുക. പിന്നെ കൊൽത്തു യാ റസൂലല്ലാഹ് റഅയ്ത, തങ്ങളെന്ന് പറഞ്ഞാട്ടെ, ലഉഫ്തുൻ ബഅദിൽ അമൽ, അമലിൽ നിന്ന് വാതിനെ തൊട്ട് ഞാൻ ദുർബലനാണെങ്കിലോ നബിയെ? കാലാ തകുഫു ശർറക്ക അനിന്നാസ്, ജനങ്ങളെ തൊട്ട് ഞാൻ ഷെറ് തടഞ്ഞു വെക്കലാണ്. ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുത് പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ്. ഫൈന്നഹാ സദഖത്തും മിൻ കാലാ നഫ്സിക്, നിനുസിൻ്റെ മേൽ നാളത്തേക്ക് നിൻ്റെ വക്കൽ നിന്ന് ചെയ്യുന്ന സദഖയാണത്. മുത്തഫഖുൻ അലൈഹി. സ്വാനി എന്ന് പറഞ്ഞാൽ ബി സ്വാദിൽ മുഹമ്മലത്തി, പൊള്ളില്ലാതെ സ്വാദുകൊണ്ട് വായിക്കണം. ഹാദാ ഹാദാ ഹുവൽ മഷ്ഹൂർ, ഈ വായനയാണ് പ്രസിദ്ധമായ വായന. വറുവിയ ളായിഅൻ ബിൽ മുഅ്ജമത്തി ഐ ളിയാഇൻ, പാഴാകൽ ഉടയവൻ, അങ്ങനെ ഒരു മാന്യം ഒരു വായനുണ്ട്. ളായിഇൻ മീൻ ഫക്കിരിൻ, ദാരിദ്ര്യത്തിനാലോ, ഔ ഇയാലിൻ, ആശ്രിതരുണ്ടാകലിനാലോ, വനഹവ വനവിദാരിക്ക, പോലത്തിനാലോ. അഹ്റഖ് എന്ന് പറഞ്ഞാൽ അല്ലദീലാ യുത്ഖിനു മാ യുഹാവിലു ഫീലഹു, താൻ ചെയ്യുന്നത് എന്താണ് എന്ന് ഓൻ എന്നെ നിശ്ചയമില്ലാത്തവൻ. അങ്ങനത്തെ എന്ത് പറയാ? ചെറിയ അർത്ഥത്തിന് പറഞ്ഞാൽ ഒരു അരപ്പൊട്ടൻ. അൻ നബീ ദരി റളിയല്ലാഹു അൻഹു, അന്നബി ദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെയും കെണിപ്പുകളുടെ മേൽ നേരം വെളുക്കുന്നുണ്ട്. സ്വതക്കത്തുൻ, സ്വതക്കൻ്റെ ബാധ്യത. ഒരു മനുഷ്യന് മേൽ അല്ലാഹു എത്ര കെണിപ്പ് അടച്ചിട്ടുണ്ടോ അത്രയും സ്വതക്ക ചെയ്യൽ ബാധ്യത നിലക്കാണ് നേരം വെളുക്കുന്നത്. വകുൽ തസ്ബീഹത്തിൻ, ഒരാൾ ചെല്ലുന്ന സർവ്വ സുബ്ഹാനല്ലാഹും സ്വതക്കത്തുൻ, അതൊക്കെ സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ, എല്ലാ അൽഹംദുലില്ലാഹ് ചെല്ലുന്ന ദിക്റും സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക, എല്ലാ അല്ലാഹു അക്ബറും സ്വതക്കയാണ്. സ്വതക്ക, നല്ലതുകൊണ്ടുള്ള കൽപ്പിക്കലും സ്വതക്കയാണ്. നഹിമ്മനിൽ മുങ്കരി സ്വതക്ക, തെറ്റ് തൊട്ട് വിലക്കലും സ്വതക്കയാണ്. വൈദ്യുതി മിന്താരിക്ക, അതിനെ തൊട്ടൊക്കെ മതിയാകും. റക്കഅത്താനി യർകഉമാ ളുഹാ, ളുഹയിൽ നിന്ന് ഒരാൾ നിസ്കരിക്കുന്ന 2 റക്കഅത്ത്. കാല റസൂലുള്ളാഹി, റവാഹു മുസ്ലിം. അസുലാമ എന്ന് പറഞ്ഞാൽ ബിളമ്മിസീനിൽ മുഹമ്മലത്തി വതഖ്ഫീഫിൽ ലാമി, സുല്ലം എന്ന് വായിക്കരുത്, വതഹിൽ മീമി, സുലാമ എന്ന് വായിക്കണം, സലാമി എന്ന് പറയരുത്. അൽ മിഫ്സൽ എന്ന അർത്ഥം, അല്ലെ മഫ്സിൽ എന്നാണ് വായിക്കുക അതിനർത്ഥം, അഥവാ കെണിപ്പ് എന്നാണ് അതിനർത്ഥം. പിന്നെ വൻഹു അന്നഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിദത് അലയ്യ, എൻ്റെ മേൽ ഒളിവാക്കപ്പെട്ടു, അഅമാലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ കർമ്മങ്ങളെ, ഹസനുവാ വസയ്യുവാ, സത്കർമ്മവും ദുഷ്കർമ്മവും ഒളിവാക്കപ്പെട്ടു. വജത്തു ഫീ മഹാസിനി അഅമാലിഹ, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന അമലിൻ്റെ കൂട്ടത്തിൽ, മഹാസിനിൻ്റെ കൂട്ടത്തിൽ, നല്ലതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടെത്തിച്ചു. അല്ലതാ, ഒരു വൃത്തികേടിനെ, യുമാത്തു അനിത്വരീക്ക്, വഴിയെ തൊട്ട് നീക്കപ്പെടുന്ന ഒരു വിഷമത്തിന്, ഒരു കല്ല് കണ്ടപ്പോൾ അത് മാറ്റിവെച്ചു, അല്ലെങ്കിൽ ചാണകം കണ്ടപ്പം അത് വഴീൻ്റെ നടുവിൽ നിന്ന് മാറ്റിവെച്ചു. അതൊക്കെ എന്താണ്? അത് നല്ലൊരു അമലാണ്. വജത്തു ഫീ മസാവി അഅമാലിഹ, എൻ്റെ ഉമ്മത്തിൻ്റെ അമലിൻ്റെ കൂട്ടത്തിൽ, മോശമായതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടു. അന്നുഹാ, ഒരു കഫം, തക്കൂനു ഫിൽ മസ്ജിദി, എൻ്റെ പള്ളിയിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ലാ തുദ്ഫനു, അത് കുഴിച്ചു മൂടപ്പെടുന്നില്ല. പള്ളിയിലെ കാര തുപ്പിയിട്ടിരുന്നത്, എന്നിട്ട് അത് ആരും ഓനും കുഴിച്ചു മൂടിയില്ല, കണ്ടോലാരും കുഴിച്ചു മൂടിയില്ല, കഫം ഇങ്ങനെ കിടക്കുക. അത് തുപ്പിയവനും ചെയ്ത് തെറ്റാണ്, കണ്ടിട്ടാണ് കാണാത്ത അതിൽ പോയവനും ചെയ്ത് തെറ്റാണ്. റവാഹു മുസ്ലിം. വൻഹു അന്നനാസങ്കാലു യാ റസൂലല്ലാഹ് ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ, മുതലാളിമാർ കൂലിയൊക്കെ കൊണ്ടുപോയല്ലോ നബിയെ. യുസല്ലൂന കമാ നുസല്ലി, നമ്മൾ നിസ്കരിക്കും പോലെ മുതലാളിമാർ നിസ്കരിക്കുന്നുണ്ട്. യസൂമൂന കമാ നസൂം, നമ്മൾ നോമ്പ് നോൽക്കും പോലെ ഓരും നോമ്പ് നോൽക്കുന്നുണ്ട്. സ്വതക്കൂന ബിഹുദൂരി അംവാലിഹിം, പക്ഷേ അവർ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ച് ബാക്കിയുള്ളത് ഒരു സ്വതക്ക ചെയ്യുന്നുണ്ട്. ഞമ്മക്ക് അതിനാ വയ്ക്കാത്ത. മറ്റപ്പോൾ നമ്മൾ ഓല് കണക്ക് തന്നെയാണ്, പക്ഷേ ഓല്
തിന്നിട്ട് കുട്ടിക്ക് തിന്ന് കുടിച്ചാൽ ഇനി വേദി വരും, മിച്ചം വരും. അപ്പോൾ ആർക്ക് കൊടുക്കും? സ്വതക്ക് കൊടുക്കും. പക്ഷേ നമുക്ക് മിച്ചമില്ല, സ്വതക്ക് കൊടുക്കാനില്ല. അപ്പം മുതലൊക്കെ അത് ആഖിറം സ്വർഗ്ഗമൊക്കെ ആര് കൊണ്ടുപോയി? മുതലാളിമാർ കൊണ്ടുപോയല്ലേ നബിയെ, നമുക്കിപ്പോൾ സ്വർഗം വാങ്ങാൻ പറ്റില്ലല്ലോ എന്നപ്പം പരാതി. കാലാപലേസ കതിജാലല്ലാവലക്കും മാ തസദ്ദഖൂന ബിഹി, നിങ്ങൾ സ്വതക്ക ചെയ്യുന്നുവോ അങ്ങനത്തെ ഒന്നും അല്ലാഹു നിങ്ങൾക്കും ആക്കിയിട്ടുണ്ടല്ലോ. ഇന്നബി കുല്ലി തസ്ബീഹത്തിൻ സദഖത്തൻ, സദക്ക എല്ലാ ഓരോ തസ്ബീഹിന് വരും സദക്കൻ്റെ പ്രതിഫലമുണ്ട്. കുല്ലി തക്ബീറത്തിൻ സദഖത്തൻ വ കുല്ലി തഹ്മീദത്തിൻ സദഖത്തൻ വ കുല്ലി തഹ്ലീലത്തിൻ സദഖത്തൻ വ അംറും ബിൽ മഅറൂഫി സദഖത്തൻ വ നഹ്യും അനിൽ മുൻകരി സദഖത്തൻ. വഫീ വുൽഇ അഹദിക്കും, നിങ്ങൾ ഒരാളുടെ ഭാര്യയെ ബന്ധപ്പെടുന്നതിലുമുണ്ട് സദഖത്തുൻ, സദഖുണ്ട്. കാലു യാ റസൂലല്ലാഹ് യഅതി അഹദുനാ ശഹവതഹു, ഒരാൾ തൻ്റെ വികാരം വീട്ടാൻ വേണ്ടി ചെല്ലുകയും വയകൂനു ലഹു ഫീഹാ അജ്റുൻ, അതിൽ അവന് കൂലി കിട്ടുകയും ചെയ്യുകയാണോ നബിയെ? കാല, തങ്ങൾ ചിരിച്ചു ചോദിച്ചു, അറയത്ത്, നിങ്ങളെന്ന് പറഞ്ഞാട്ടെ, ലൗ അല്ലാഹ, തൻ്റെ വികാരം ഒരാൾ നിറവേറ്റിയാൽ ബിഹറാമിൻ, ഹറാമായ മാർഗത്തിൽ നിറവേറ്റിയാൽ കാനാല, ഈ വിസറോന് കുറ്റമുണ്ടാവൂലേ? ഫഖദാലിക, എന്ന അങ്ങനെ തന്നെയാണ്. ഇതാ വല്ലാഹ ഫി ഹലാൽ, ഹലായ മാർഗത്തിലാണ് വികാരം അവൻ നിർവഹിച്ചതെങ്കിൽ കാനലഹു അജ്റുൻ, അവന് കൂലിയും കിട്ടുന്നതാണെന്ന് കാല റസൂലുള്ളാഹി. റവാഹു മുസ്ലിം. ദുസൂർ എന്ന് പറഞ്ഞാൽ ബിസായിൽ മുസല്ലതത്തി അൽ അംവാൽ, സമ്പത്തുക്കൾ എന്നർത്ഥം. വാഹിദുഹ ദിസ്റുൻ, ദസ്റുൻ, ദസ്റ് എന്നുള്ള ജമ്മാണ് ദുസൂർ. പിന്നെ വെച്ചോളി. കാലലീ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എന്നോട് പറഞ്ഞു, ലാ തഹഖിറന്ന, നീ മോശം നിസാരമായി കാണരുത്, മിനൽ മഅറൂഫി, നല്ല കാര്യത്തിൽ നിന്ന് ചെയ്യാൻ ഒന്നും നീ മോശമായി കാണരുത്. വലുവന്തൽ കാഹാക്കാൻ, നിൻ്റെ സഹോദരൻ നീ കണ്ടുമുട്ടലാണെങ്കിൽ ബിവജിഹിൻ ത്വലീഖ്, ത്വലിക്കുന്ന എൻ്റെ ഈ കാണുക ത്വലീഖ് എന്ന് വിളിച്ചാൽ നിങ്ങൾ ത്വലീഖ നീട്ടാ യാവുണ്ടോ? ത്വലിക്കുന്നുള്ളൂ, രണ്ടുപേരെ മാനാക്കാം. പ്രസന്നതയുള്ള മുഖം കൊണ്ട് തൻ്റെ സഹോദരനെ കണ്ടുമുട്ടലാണെങ്കിലും ശരി, അതിന് ചെറുതായി കാണരുത്. റവാഹു മുസ്ലിം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു സുലാമാ മിനൻ നാസി അലൈഹി സദഖ, എല്ലാ ഓരോ കണിപ്പുമാകുന്നത് അത് കണിപ്പിൻ്റെ മേലിൽ സ്വതക്കൻ്റെ ബാധ്യതയുണ്ട്. കുല്ല യൗമിൻ തത്ലു ഫീ ശംസു, സൂര്യദിക്കുന്ന സർവ്വപകലിലും. തഅദിലു ബൈന സ്നൈനി സദഖ, രണ്ടാളുകൾക്കിടയിൽ നീ നന്നാക്കൽ സദഖയാണ്. വതുഈനുർ റജുല ഫീ ദാബത്തിഹി, ഒരാൾക്ക് അയാളുടെ മൃഗത്തിലായിക്കൊണ്ട് സഹായം നൽകലും, എന്ന് വെച്ചാൽ തഹ്മിലുഹു അലൈഹാ, ആ വണ്ടിൻ്റെ മേൽക്കോനെ നീ കയറ്റിക്കൊടുക്കൽ, അല്ലെങ്കിൽ തർഫഉലഹു അലൈഹ, അല്ലെങ്കിൽ മതാഹു, അതിൻ്റെ ചരക്ക് അതിൻ്റെ മേൽക്കോനെ ഉയർത്തി കൊടുക്കൽ സദഖത്തുൻ, സദഖയാണ്. ഒരു കലിമത്തു തയ്യിബത്തു, ഒരു നല്ല വർത്തമാനം പറയൽ തന്നെ സദഖത്തുൻ, സദഖയാണ്. വബികുല്ലി ഖത്വത്തിൻ തംശിയായി സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നടക്കുന്ന ഓരോ ചവിട്ടിന് പകരവുമുണ്ട് സദഖത്തുൻ, സദഖയുണ്ട്. തൗമിയത്തുൽ അദാനി ത്വരീഖി സദഖ, വഴിയെത്തൊട്ട് വിഷമം നീക്കിക്കളയലും സദഖയാണ്. മുത്തഫഖുൻ അലൈഹി. റവാഹു മുസ്ലിം അയ്ളൻ മിൻ റിവായത്തി ആയിഷ റളിയല്ലാഹു അൻഹാ, ഈ അബൂ ഹുറൈറൻ്റെ ഹദീസിനെ തന്നെ ആയിഷ ബീവിനെ തൊട്ടാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്നഹ കാലത്ത്, ആയിഷ ബീവി പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹു ഖുലിഖ കുല്ലു ഇൻസാനിൻ മിൻ ബനി ആദം, മനുഷ്യന്മാരിൽപ്പെട്ട സർവ്വ മനുഷ്യനും അടക്കപ്പെട്ട 360 മിഫ്സലിൻ, 360 ഗണിപ്പിൻ്റെ മേലിലാണ്. ഫമൻ കബ്ബറല്ലാഹ വ ഹമിദല്ലാഹ വ ഹല്ലലല്ലാഹ വ സബ്ബഹല്ലാഹ വസ്തഗ്ഫറല്ലാഹ, ഈ കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്താൽ, വസ്തഗ്ഫറല്ലാഹ, അല്ലാഹു പൊറുക്കൽ തേടുകയും ചെയ്താൽ, വഅസല ഹജറൻ മിൻ ത്വരീഖിൻ നാസ്, ജനങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് കല്ല് മാറ്റി വെച്ചാൽ, ഷൗക്കത്തൻ, മുള്ള് നീക്കിയിട്ടാൽ, ലൗ അൽമൻ, അല്ലെങ്കിൽ നെല്ല് നീക്കിയിട്ടാൽ, അന്തരീഖിൻ നാസ്, ജനങ്ങളുടെ വഴിയെ തൊട്ട്, വൗ അമർ ബിൽ സമാഅഫിൻ ഔ നഹഅ അൻ മുൻകർ, തെറ്റ് കണ്ടപ്പോൾ വിലക്കുകയോ നന്മ കൽപ്പിക്കുകയോ ചെയ്താൽ, അത് സിനീന വസലാസിമിയ, ആ എണ്ണം അഥവാ 360 എണ്ണം കണ്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ, വൈന്നഹു യുംസിയും, വൈകുന്നേരമാവുന്നു, യൗമൈദിൻ, അന്നേ ദിവസം, ഏത് സീര് വഖദ് സഹസഹ നഫ്സഹു അനിന്നാർ, ഓൻ്റെ ശരീരത്തിനെ നരകത്തിനെ തൊട്ടവൻ വിദൂരത്താക്കിയിട്ടുണ്ട്. ആ നിൽക്കാണ് വൈകുന്നേരമാകുന്നതെന്ന് കാല റസൂലുള്ളാഹി.
അൻഹുഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലാമൻ ഖദായിലൽ മസ്ജിദി ഔ റാഹ പള്ളിയിലേക്ക് രാവിലെയോ വൈകുന്നേരമോ നടന്നുപോയാൽ അഅദ്ദല്ലാഹു ലഹു അവനു വേണ്ടി അല്ലാഹു ഒരുക്കി കഴിഞ്ഞു ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ നുസുല ഒരു വിരുന്നൊരുക്കി കഴിഞ്ഞു കൊല്ലമാ ഖദാ ഔ റാഹ ഈ ഓഫർ രാവിലെയും വൈകുന്നേരം പോകുന്ന സമയം മുഴുവനുമാണ്. മുത്തഫഖുൻ അലൈഹി. നുസുൽ എന്ന് പറഞ്ഞാൽ കൂത്തു റിസ്കൂ മുഖ്യാഹാരവും ഭക്ഷണവുമാണ്. വമാ യുഹയ്യിലു ലൈഫി വിരുന്നുകാർക്ക് ഒരുക്കി വെക്കപ്പെടുന്ന ഒന്നുമാണ്. പിന്നെ അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ നിസാൽ മുസ്ലിമാത്ത് മുസ്ലിം പെണ്ണുങ്ങളെ ലാ തഹ്കിറന്ന ജാറത്തുൽ ജാറത്തിഹ ഒരു അയൽവാസിനിയും തൻ്റെ അയൽവാസിനിയെ മോശമായി കാണരുത്. വലോ ഫിർസന ഷാത്തിൻ ഒരു ആടിൻ്റെ കുളമ്പാണെങ്കിലും ശരി. ഇതാ ഇപ്പോൾ ഓള് കൊടുത്തേക്കാൻ കണ്ട് എന്ന് പറഞ്ഞ് കാണാൻ എന്ത് ചെയ്യരുത്, മോശമാക്കി തള്ളരുത്. മുത്തഫഖുൻ അലൈഹി വഖാല ജൗഹരി അൽ ഫിർസിൻ എന്ന് പറഞ്ഞാൽ ബൈരി ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം ഫിർസിൻ എന്ന് പറഞ്ഞാൽ കൽ ഹാഫിർ മിന ദാബ മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ള കുളമ്പിൻ്റെ സ്ഥാനത്താണ്. കാലാറുബമസ്തുഷാത്തി ചിലപ്പോൾ ആടിന് വേണ്ടി കാണ്ടി അത് ഇസ്തിയാർത്തായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. അസലം ഒട്ടകത്തിൻ്റെ കുളമ്പിനെ എന്ത് പറയുള്ളൂ, ഇങ്ങനെ ഈ ഇതിലൊക്കെ ചവിട്ടിയാലേ മരുഭൂമിയിലൊക്കെ മണലിൽ ചവിട്ടിയാൽ ഇങ്ങനെ സഞ്ചി പോലത്തെ ഒരു കുളമ്പാണ് ആർക്കുണ്ടാകുക, ഈ ഒട്ടകത്തിനുണ്ടാകുക. അതിനകത്തേക്ക് ഫിർസീൻ എന്ന് പറയലേ അതൊരു ടെമ്പർ കുളമ്പാണ് ആർക്കുണ്ടാകുക, ആടിനുണ്ടാകുക. അതിന് മജാസായിട്ട് ഉപയോഗിച്ചേക്കുകയാണ്. റസൂലുള്ളാഹി ഫിർസീൻ്റെ ഷാത്തി എന്ന് പറഞ്ഞിടത്ത് മജാസാണ് എന്നർത്ഥം. അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അൽ ഈമാനു ബിദ്ഉൻ വസബൂൻ ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ ഈമാൻ 70 ചില്ലാനമോ 60 ചില്ലാനമോ ശാഖയാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ അതിൽ ഏറ്റവും താഴ്ന്ന ഗ്രേഡ് ഇമാതത്തുൽ അദാനി ത്വരീഖ് വഴിയെ തൊട്ട് വിഷമം നീക്കലാണ്. വൽ ഹയാഉ മിന ശുഅബത്തും മിനൽ ഈമാൻ ഈമാനിൻ്റെ ഒരു ഭാഗമാണ് നാണം. തെറ്റ് ചെയ്യുമ്പോൾ പടച്ചോനെ ഇത് കാണുമല്ലോ എന്നുള്ള ഒരു നാണമുണ്ടല്ലോ, ആ നാണം എന്തിൻ്റെ ഭാഗമാണ്? ഈമാൻ്റെ ഒരു ഭാഗമാണ്. മുത്തഫഖുൻ അലൈഹിൽ ബിദ്അ എന്ന് പറഞ്ഞാൽ മിൻ സലാസത്തിൻ ഇലാ തിസ്അ 3 മുതൽ 9 വരെയുള്ളതിനാണ് നമ്മളെ നാട്ടിൽ ചില്ലറ എന്ന് പറയല്. ബി ജസരിൽ ബാ ഈ ബിദ്അ എന്ന് വായിക്കണം. വഖത്തുഫ്തഹു ബദ്അ എന്നും വായിക്കാൻ പറ്റും. ശുഅബ എന്ന് പറഞ്ഞാൽ ഖിത്അ എന്ന് പറഞ്ഞാൽ പീസ് എന്നർത്ഥം, കഷ്ണം എന്നർത്ഥം. അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി പറയാണ് ബൈനമാ റജുലു യംശി ബിതരീഖിൻ ഒരാൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്തദ്ദ അലൈഹിൽ അത്ശു അയാൾക്ക് ദാഹം കഠിനമായി, പെരും ദാഹം. അപ്പം അങ്ങനെ ദാഹിച്ച് നടക്കുമ്പോൾ ഫജദ ബീറൻ ഒരു കിണർ കണ്ടു. ഫനസല ഫീഹ കിണറ്റിലിറങ്ങിങ്ങാണ്ട് ശരിപ്പാ അദ്ദേഹം കുടിച്ച് കയറി. സുമ്മഹറജ വെളിയിൽ വന്നപ്പോൾ ഫൈദാ കെൽബുന്ന സമയത്തെൻ്റെ ഒരു നായ എൽഹസു അതിങ്ങനെ അതാ നാവ് പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് വെയ്ക്കുലു സറാമിനല്ലാത്ത ദാഹത്തിനാൽ മണ്ണ് കപ്പുകയാണ്. മണ്ണിൽ നിന്ന് വല്ല നനവും കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നാവ് മണ്ണിൽ തട്ടിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാല റജുലു മനുഷ്യൻ മനസ്സിൽ പറഞ്ഞു ലഖദ് ബലഗ ഹാദൽ കൽബ അല്ലാഹുവാണ് സത്യം, ഈ നായ്ക്ക് എത്തിയിട്ടുണ്ടല്ലോ മിനല്ലാത്ത ദാഹത്തിനാൽ മിസ്ലുല്ലദീ കാന ഖദ് ബലഗ മിന്നീ എന്നിൽ എത്തിച്ചിരുന്ന ദാഹത്തിനോട് സമാനമായ സദാഹം ഈ നായയാവുന്ന ഈ ജീവിക്കും എത്തിച്ചിട്ടുണ്ടല്ലോ. ഇത് പറഞ്ഞുങ്ങാണ്ട് ഫനസല ബീറ അദ്ദേഹം കിണറ്റിലിറങ്ങി. ഫമല ഹുഫഹു മാൻ അദ്ദേഹത്തിൻ്റെ ഹുഫക്കകത്ത് വെള്ളം നിറച്ചിങ്ങാണ്ട് മാംസഹോബി ഫിഹി വായ കൊണ്ട് കടിച്ച് പിടിച്ചിങ്ങാണ്ട് ഹത്താറക്കിയ അദ്ദേഹം മുകളിൽ കയറുന്നത് വരെ വായ കൊണ്ട് കടിച്ചു പിടിച്ചു. ഫസക്കൽ കൽബ നായക്ക് അദ്ദേഹം കുടിക്കാൻ കൊടുത്തു. ഫശക്കറല്ലാഹു ലഹു അയാൾ ചെയ്ത കർമ്മത്തിന് അയാൾ ചെയ്ത നന്ദിക്ക് അല്ലാഹു പ്രതിഫലം നൽകി. ഫഗഫറ ലഹു അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഖാലു യാ റസൂലല്ലാഹ് ആ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നു ഇല്ലനാ ഫിൽ ബഹായിമി അജ്റാ ഈ മിണ്ടാപ്രാണികൾ തിന്നാൻ കൊടുത്തതിലും കൂലിയുണ്ടോ നബിയേ? ഫഖാല തങ്ങൾ പറഞ്ഞു ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ പച്ച പിടിച്ച എല്ലാ കരളിലുമുണ്ട് അജ്റുൻ കൂലിയുണ്ട്. മുത്തഫഖുൻ അലൈഹി. വഫി റിവായത്തിൽ ബുഖാരി പോർട്ടിൽ കാണാം ഫശക്കറല്ലാഹു ലഹു അയാൾ ചെയ്ത് നന്ദിക്ക് അല്ലാഹു കബൂൽ ചെയ്തു. ഫഗഫറ ലഹു അയാൾക്കല്ല പുറത്തു കൊടുത്തു. മാത്രമല്ല ഫഅദ്ഖലഹുൽ ജന്ന ഇതേ ഇല്ല മറ്റേ റിപ്പോർട്ടിൽ ഇല്ല.
വഫീ റിവായത്തിൽ ലഹുമാ ബൈനമാ കൽബുൻ യുതീഫു ബിരക്കിയത്തിൻ, ഒരു നായ ഒരു കിണറിൻ്റെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കത് കാതകുൽ അതിശൂ, ദാഹം ആ നായയെ കൊല്ലാൻ അടുത്തിട്ടുണ്ട്, കിണറിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഇതേ സമയത്ത് റാത്തുഹു ബഗയ്യും മിൻ ബഗായ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൽ വ്യഭിചാരിച്ച് നടന്നിരുന്ന പെണ്ണുങ്ങളിൽപ്പെട്ടവർ വ്യഭിചാരിച്ച് പെണ്ണ് ആ നായനെ കണ്ടു. അപ്പം അങ്ങനെ വനസാത്ത് മൂക്കഹാ, അവളുടെ ഹുഫ് അഴിച്ചു. ഫസ്തഖത്ത് ലഹു ബിഹി, ആ നായക്ക് വേണ്ടി അതുകൊണ്ട് അവൾ വെള്ളം കോരികെടുത്തു. ഫസഖത്തുഹു, എന്നിട്ട് ആ നായക്ക് കുടിക്കാൻ കൊടുത്തു. ഫഹുഫിറ ലഹാ ബിഹി, അത് കാരണമായിട്ട് ആ പെണ്ണ് ഓർക്കപ്പെട്ടു. മൂക്ക് എന്ന് പറഞ്ഞാൽ ഹുഫ് എന്ന അർത്ഥം, യുത്തീഫു എന്ന് പറഞ്ഞാൽ എതിറു കറങ്ങുന്ന അർത്ഥം, ഹൗലിറക്കിയത്ത് എന്ന് പറഞ്ഞാൽ വഹിയൽ ബീറൂ, കിണർ എന്നാണ് റക്കിയത്ത് എന്ന് പറഞ്ഞാൽ. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال لقد رأيت رجلا ഞാൻ കണ്ടു യതകല്ലബു ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ അയാൾ ഇങ്ങനെ മറിഞ്ഞ് കളിക്കുകയാണ്. ഈ ഷജറത്തിൻ്റെ വൃക്ഷത്തിൽ കയറിങ്ങാണ്ട് കഥാഹ, ആ മരമത്തെ മുറിച്ച് കളഞ്ഞതായിരുന്നു. മിൻ ലഹിരി ത്വരീക്ക്, വഴിമധ്യത്തിൽ നിന്ന്. കാനത്ത് തോതിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്നതായിരുന്നു. അങ്ങനത്തെ ഒരു മരക്കൊമ്പ് അയാൾ വെട്ടി ഒഴിവാക്കിയത് കൊണ്ട് ആ മരത്തിൽ കടന്നിട്ട് അയാൾ സ്വർഗത്തിൽ മറിഞ്ഞ് കളിക്കുന്നുണ്ട്. റവാഹു മുസ്ലിം ഫി റിവായത്തിൻ മറ റജുലുൻ, ഒരാൾ നടന്നുപോയി യൂസിലീൻ ഷജറ, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൻ്റെ അരികിലൂടെ അലാലഹിരി തൊരീക്കിൻ, ഒഴിമധ്യത്തിലുള്ള. ഫക്കാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗഹനഹിയന്നാദാ, ഈ കൊമ്പ് ഞാൻ നീക്കിക്കളയും, മൻ മുസ്ലിമീങ്ങളെ തൊട്ട്, ലാ യൂദീഹിം, ഇനി അത് ആൾക്കാർ ഇടങ്ങേറാക്കാൻ പാടില്ല. അങ്ങനെ ഫൗദഖിലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽ കടത്തപ്പെട്ടു. വഫി റിവായത്തിൽ ലൗമാ ബൈനമാ റജുലുൻ യംശി ബി ത്വരീഖിൻ, ഒരാൾ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കെ വജദ ഹുസ്ന ഷൗക്കിൻ, മുള്ളിൻ്റെ കൊമ്പെത്തിച്ചു, അലത്തരീക്ക്, വഴിമധ്യത്തിൽ. അഹറവതേ ധനം അത് പിന്തിച്ചു വെച്ചു ആ ഭാഗത്തേക്ക്, ആൾക്കാരെ മേത്തേക്ക് തട്ടാത്ത വിധം ആ ഭാഗത്ത് കണ്ടാക്കി വെച്ചു. ഫസക്കറല്ലാഹു ലഹു, അയാൾ ചെയ്ത ശുക്രനിക്ക് അള്ളാഹു പ്രതിഫലം നൽകി. വഗഫറ ലഹു, എന്ന് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അങ്ങനെയാണ് മാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ല, ഒന്നുണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ വയസ്സനു ശരിക്കുണ്ടാക്കുകയും ചെയ്താൽ സുമ്മാത്താ ജുമാ, പിന്നെ ജുമയ്ക്ക് വന്നാൽ ഫസ്തമായ ശ്രദ്ധിച്ചുകൊണ്ട് വംസത്ത മൗനം പാലിച്ചു. നൗഫിറലഹുമാ ബൈനഹു വബൈന ജുമാ, ആ ജുമാൻ്റെയും മറ്റേ ജുമാൻ്റെ ഇടയിൽ പൊറുക്കപ്പെട്ടു. സിയാദു സലാത്തി അയ്യാ, 3 ദിവസം ഏറെയും 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. വമൻ വസ്സൽ ഹസ, ആരെങ്കിലും കല്ല് തൊട്ടാൽ വഖദിലഹാ, അവൻ വേണ്ട വൃത്തി ചെയ്തവനായി. എന്നുവെച്ചാൽ ഇപ്പോൾ അന്നത്തെ പള്ളിയിൽ എന്തുണ്ടാവില്ല, മാർബിൾ ഒട്ടിച്ചിട്ടില്ലേ, അന്നത്തെ പള്ളി പറഞ്ഞാൽ മണൽ നിരത്തിയൊക്കെയാണ്. അപ്പോൾ മണലിൻ്റെ അടിയിൽ ഏതുണ്ടാവും, കല്ലുണ്ടാവും. ആ ഖുത്ബ അങ്ങനെ ഓതുമ്പോഴും മറ്റൊക്കെ കല്ലുമ്മ അങ്ങനെ കളിച്ചു. ആ കല്ലുമ്മ കളി ഒഴിവാക്കിയതാ, കല്ലുമ്മ തൊട്ട് കളിച്ചാലും വേണ്ടാത്തൊരു പണിയെടുത്തവനായി, കല്ലുതൊട്ടാൽ. പിന്നെ റവാഹു മുസ്ലിം. കല്ലൊക്കെ ഒരു ഉദാഹരണ മക്കളെ, മൊബൈലുമ്മ കളിച്ചാലും അങ്ങനെ തന്നെയാണ്. ജുമയൊക്കെ എന്താണ് മൊബൈലുമ്മ കളിച്ച ചെക്കന്മാരില്ലേ. അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ തവല്ല ലബ്ദുൽ മുസ്ലിമു വൽ മുഅ്മിനു, മുസ്ലിമൂന്ന മുഅ്മിനൂന്ന പല ശുക്റാബിയാണ്. ഇരിക്കട്ടെ, ഒരു മുസ്ലിമായ മനസ്സിൽ ഒന്നുണ്ടാക്കാൻ വിചാരിച്ചു. ഫസലമ, മുഖം കഴുകി. നഖർജമി വജി, മുഖത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. കുല്ലു അത്തിയത്തിൻ അസറയിലേക്കാവിയൈനൈഹി, രണ്ട് കണ്ണുകളെ കൊണ്ട് ഏത് തെറ്റിലേക്ക് നോക്കിയോ അങ്ങനത്തെ എല്ലാ തെറ്റും. മാൽമായി, വെള്ളത്തോടുകൂടെ പുറത്തു പോയി. യൗമാഖിരി ഖത്രിൽ മാ, അല്ലെങ്കിൽ അവസാനത്തെ വെള്ളത്തുള്ളിയോട് കൂടെ എന്നാ പറഞ്ഞത്. അഷക്കുറാബിയാണ്. അങ്ങനെ വൈദാസരതയുണ്ട്, കൈ കഴുകി കഴിഞ്ഞാൽ ഹർജമി യഥ ഈ കുല്ലു അദ്ദേഹത്തിന് കാരണം പത്തസത്തുക യഥാവുമാൽ മായോ മാഹരികത്തിലുമാ വൈദാവസ്ഥ രിജിലി, 2 കാല് കഴിയുക ഹർജി കുത്തു അദ്ദേഹത്തിന് വശത്തുക രിജിലാവുമാൽ മാൽ മായോ മാഹരികത്തിൽ മാ യത്തായ ഹുറുജ നക്കിയമ്മിനൂബ്, അങ്ങനെ അതാ സർവപാപങ്ങളിൽ നിന്ന് ശുദ്ധനായിട്ട് അവൻ പുറത്തു വരുന്നു. റവാഹു മുസ്ലിം. പിന്നെ അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല സ്വലവാത്തുൽ ഖംസു, 5 നിസ്കാരങ്ങൾ, ജുമാഅത്തുൽ ജുമാ, ഒരു ജുമ മറ്റേ ജുമാ വരെയും, റമളാൻ മറ്റേ റമളാൻ വരെയും, മുകഫിറാത്തുൽ ലിമാ ബൈനഹുമാ, അതിനിടയിൽ പറ്റുന്ന തെറ്റുകൾ പൊറുപ്പിക്കുന്ന. ഇത് ജുതുബിത്തിൽ കബായിറു, വൻപാപങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ. റവാഹു മുസ്ലിം. പിന്നെ അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാ അദുല്ലുക്കും, ഞാൻ അറിയിക്കട്ടെ, അലാ മാ യംഹുല്ലാഹു ബിൽ ഖതായ,
ഏന്നുകൊണ്ട് അള്ളാഹു പാപങ്ങൾ പോലെ അള്ളാഹു ഓർക്കുന്നുവോ അങ്ങനത്തെ മായ്ച്ചു കളയുന്നു അങ്ങനത്തെ അറിയിക്കട്ടെയോ ദറജാത്ത് പദവികളെ അള്ളാഹു എന്നോട് ഉയർത്തുന്നുവോ അങ്ങനത്തെ ഒന്നും അറിയിക്കട്ടെയോ കാലു ബല യാ റസൂലല്ലാ കാല ഇസ്ബാഹുൽ ഉളൂയൽ മക്കാരിഹി വെറുപ്പുള്ള നേരത്ത് ഒളുവുള്ളാക്കിയെടുക്കലാണ്. വെള്ളം നനയാൻ മടിയുള്ള നേരത്തും കൂടി റെഡിയാക്കി ഒളുണ്ടാക്കലാണ്. കസരത്തിൽ ഹുത്തായിലെ മസാജിദ് പള്ളിയിലേക്ക് ചവിട്ടടി അധികരിപ്പിക്കലാണ്. വന്തിദാറു സ്വലാത്തി വാദ സ്വലാത്തി ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം കാത്തു നിൽക്കലുമാണ്. ഉദാരിക്കും ഒരു റിബാത്ത് അതിൽ കുതിര കെട്ടി പാർക്കുന്നത് പോലെയാണ്. യുദ്ധത്തിന് എപ്പോൾ വിളിയാളം വന്നാലും യുദ്ധത്തിൽ ഇറങ്ങാൻ മാട്ടിങ്ങാണ്ട് യോദ്ധാക്കൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത് വലിയൊരു അമലാണ്. അതുപോലെ ഒരു മഹത്തായ അമലാണ്. ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരം കാത്തിക്കുക എന്ന് പറഞ്ഞാൽ റവാഹു മുസ്ലിം. പിന്നെ നബി മുസ്ലിം അഷ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ബർദൈനി ആരെങ്കിലും ബർദാനി നിസ്കരിച്ച് കഴിഞ്ഞാൽ ദഖലൽ ജന്ന മുത്തവക്കനന്റെ ബർദാനി എന്ന സുബു മസ്റുമാണ്. അനുവന്നോ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മരിദൽ അബ്ദു അവൽ അബ്ദു ഒരടിമക്ക് രോഗമാവുകയോ സാഫറ അല്ലെങ്കിൽ യാത്ര പോവുകയോ ചെയ്താൽ കുത്തിബ ലഹു എഴുതപ്പെട്ടു മിസ്ലുമാക്കാൻ അമലു മുഖീമൻ സ്വഹീഹ ഓരോന്നോരോന്നിക്കാണ്. അവൻ രോഗിയാവുന്ന സമയത്ത് ചെയ്ത അമലിൻ്റെ കൂലി അവൻ രോഗിയായി കിടക്കുന്ന എഴുതപ്പെടും. പിന്നെ രോഗിയായി കിടക്കുന്ന നേരത്ത് അവൻ ആരോഗ്യകാലത്തിൽ അമൽ എഴുതപ്പെടും. അതുപോലെ തന്നെ നാട്ടു താമസിക്ക് കാലത്ത് ചെയ്ത അമലിനെ യാത്രയിൽ എഴുതപ്പെടുന്നതാണ്. റവാഹുൽ ബുഖാരി. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മഅറൂഫി സദഖ എല്ലാ നല്ല കാര്യവും സദഖയാണ്. റവാഹുൽ ബുഖാരി റവാഹു മുസ്ലിം റിവായത്തി ഹുദൈഫ വാനുവന്നോ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമി മുസ്ലിമി യഗ്രിസു ഖറസൻ ഒരു ചെടി നടുന്ന ഒരു മനുഷ്യൻ തന്നെ ഇല്ല ഇല്ലാമാ ഉക്കില മിൻഹു ലഹു സദഖ ഇല്ലാ കാന ആയിട്ടല്ലാതെ മാ ഉക്കില മിൻഹു അതിൽ ഭക്ഷിക്കപ്പെടുന്ന ഒന്ന് ലഹു അവന് സദഖയായിട്ടല്ലാതെ പക്ഷികൾ ഒന്നാണ് തിന്നുപോകും, മൃഗങ്ങൾ തിന്നുപോകും, താഴേക്ക് വീഴുന്നത് പല ജന്തുക്കൾ തിന്നുപോകും. അതൊക്കെ ആർക്ക് സ്വതക്കയാണ്? ഈ മരം കുഴിച്ചിട്ടവനിക്ക് സ്വതക്കയാണ്. ഒമാ സുരിക്കം എന്നോ ലഹു സ്വതക്ക അതിന് മോഷ്ടിക്കപ്പെട്ടവരെ അവന് സ്വതക്കയാണ്. ഒരാളൊന്ന് കട്ടിറച്ച് കാണ്ട് തിന്നുപോയവരെ എന്താണ്? ഇവന് സ്വതക്കയാണ്. കള്ളനെ വിറ്റാണ്, ഇവന് സ്വതക്കയാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യനും കുറക്കൂല ഇല്ലാക്കാൻ ലഹു ആ കുറഞ്ഞത് അവനിക്കായിട്ടല്ലാതെ സ്വതക്കായിട്ടല്ലാതെ. റവാഹു മുസ്ലിം. വഫിരിവായത്തിൽ ലഹു മുസ്ലിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ വല യഗ്രിസുൽ മുസ്ലിം വറസൻ ഒരു മനുഷ്യൻ ഒരു മരം കുഴിച്ചിടൂല വേക്കുലും പിന്നെ ഇൻസാനും വല താപത്തും വല തൈറുൻ പക്ഷിയോ മനുഷ്യനോ മൃഗമോ അതിനെ തിന്നുപോകൂല ഇല്ലാ കാനത്തിൽ ലഹു സ്വതക്കാതവൻ സ്വതക്കയായിട്ടല്ലാതെ. വറവയാഹു ജമീഅമി റിവായത്തി അനസിൻ കൗലഹു അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ രണ്ടാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൗലുഹു യസ്റഹു എന്ന യങ്കുസു കുറക്കുന്നതിൻ്റെ അർത്ഥം. പിന്നെ അനുഹു അന്നോ കാല അറാദ ബനു സലിമ ഗോത്രക്കാർ ഉദ്ദേശം എന്തെങ്കിലോ ഖുർബൽ മസ്ജിദി മദീന പള്ളിൻ്റെ അടുത്തേക്ക് താമസം മാറ്റാൻ വിചാരിച്ചു. ഒരു ഗോത്രക്കാരൻ ഒരു ദൂരെ പാർത്തീന് ഒരിക്കൽ പൂതി ഇവരെല്ലാ ഗോത്രക്കാർ കുടുംബക്കാരെല്ലാവരും കൂടി മദീന പള്ളിൻ്റെ അടുത്ത് ഒരു സ്ഥലം വാങ്ങിയാണ്ട് ഇങ്ങോട്ട് താമസമാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വലകഥാലിക്ക വിഷയം എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോട്ടിലെത്തി. ഇവ കാലാലഹും തങ്ങളോട് ചോദിച്ചു, അല്ല ഇന്നവച്ചുമടെ കാര്യക്കത് വലകനി എന്നൊക്കെ തിരിതുനാൻ തന്തക്കിലോ ഈ ഖുർബൽ മസ്ജിദ് പള്ളിയുടെ അടുത്തേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പേരിലേക്ക് എത്തിയല്ലോ. കാലു നാം ഉണ്ട് കാരണം യാ റസൂലല്ലാഹ് കത് വർദ്ധന താലിക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നു പറഞ്ഞു. പൊക്കാല ബനീസലമ തങ്ങൾ പറഞ്ഞു, ബനീസലമേ ദിയാറക്കും നിങ്ങൾ വീടിനെ ലാസിമാക്കിയോളി, വീട്ടിൽ തന്നെ നിന്നോളി. തുപ്തബാസാർക്കും നിങ്ങൾ കായ്പാത് നിങ്ങൾക്ക് എഴുതപ്പെടുന്നതായിരുന്നു. എല്ലാവരും പള്ളിയിലെടുത്ത് പറക്കാനല്ല. അങ്ങനെ ആൾ തിങ്ങുമ്പോൾ പള്ളിയോട് പുതിയ ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ എന്ത് ചെയ്യരുത്, പള്ളിയുടെ അടുത്ത് നിങ്ങൾ താമസം മാറ്റണ്ട. നിങ്ങൾ നടന്നു പോരുന്ന കാലത്തോളം കാൽപാദത്തിന് എണ്ണം കണ്ട് നിങ്ങൾ സൽക്കർമ്മം എഴുതപ്പെടും. മൂന്നെട്ടം പറഞ്ഞു. ദിയാറക്കും തൃപ്തവാസാർക്കും റവാഹു മുസ്ലിം. വിരിവാത്തി ഇന്ന ബിഗുലി ഹത്തുബത്തിൻ തറജ ഓരോ ചവിട്ടടിക്കും തറജുണ്ട് കാരണം റവാഹു മുസ്ലിം. പിന്നെ റവാഹുൽ ബുഖാരി പ്രകാരം ഇതേ മാനുള്ള ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന് സലിമാ നബി ഗസിരില്ലാമി സലിമ എന്ന് വായിക്കണം, ബഹു സലമ എന്ന് വായിക്കരുത്. കബീരത്ത് മറൂബിൽ അൻസാരി ഇവിടെ അറിയപ്പെട്ട ഗോത്രമാണത്. വാസാറും നന്ന ഹുത്താവും ചവിട്ടടികൾ എന്നർത്ഥം. പിന്നെ മുന്തിരി ഉബയ്യിബ്നു കാബിർ റളിയല്ലാഹു കാല കാന റജുലുൻ മിനൽ ലായലമു റജുലൻ അബുഅദബിൽ മസ്ജിദി മിന്നോ ഒരു റജുലുണ്ടായിരുന്നു. അയാളെത്ര ദൂരമുള്ള ഒരാളെനിക്ക് അറിഞ്ഞുകൂടാ. എത്ര ദൂരത്തു നിന്നാണ് ആ മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നത് അറിയോ?
വെക്കാനല്ലാത്ത ഒത്തുദിവസമല്ല. എന്നാൽ അയാൾക്ക് ഒരു നിൽക്കാനും ബേക്കില്ല. ഒരുപാട് ദൂരത്താണ് മനുഷ്യൻ, പക്ഷെ എല്ലാം ഭക്തി നിസ്കരിച്ചാൽ വരും. ഫക്കീലു അദ്ദേഹം പറയപ്പെട്ടു. അപ്പോൾ കൊലുത്തിൽ പോലെ ഞാൻ ഉപരോട് ചോദിച്ചു, ലവിസ്തറൈത്ത ഹിമാർ, നിങ്ങൾക്ക് എന്തൊരു കൈതം വാങ്ങിക്കൂടെ? തെർക്കബുഹുബി ലൽമായി ഫിർ റംലായി, ഈ ഇരുട്ടത്ത് പോരാനും അതുപോലെ തന്നെ ഈ ചൂടുള്ള മണലൂടെ നടക്കാനൊക്കെ ഒരു കൈതം വാങ്ങിക്കൂടെ? എന്തോ ഒരു ഇത്ര ദൂരമുള്ള മനുഷ്യൻ 5 വട്ടം നടന്നു വരാൻ എന്തോ ഒരു വിഷമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മായസുറുനീ, എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, അന്ന മൻസിലിയിലെ ജംബിൽ മസ്ജിദി, എൻ്റെ വീട് ഈ പള്ളിൻ്റെ ചാരത്താകൽ എനിക്കിഷ്ടമല്ല. ഇനി ഒരു ഇത് യുക്തബലി മംഷായ ഇലൽ മസ്ജിദി, പള്ളിയിലേക്കുള്ള എൻ്റെ നടത്തം എനിക്ക് നാളെ സൽക്രമമായി എഴുതപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരു ജോയിദ റജത്തുലാഹ്ലി, എൻ്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് ഞാൻ മടങ്ങുമ്പോൾ നടത്തവും എനിക്ക് ഒരു സൽക്രമമായി എഴുതപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഈ വിഷയം കേട്ടപ്പോൾ പറഞ്ഞു, ഖദ് ജമഅല്ലാഹു ലക ദാലിക കുല്ലാ, ഈ പറഞ്ഞ മുഴുവനും അല്ലാഹു നിനക്ക് സമ്മേളിപ്പിച്ചിട്ടുണ്ട് മോനെ. ശരി, ഇങ്ങനെയാണ്. റവാഹു മുസ്ലിം. വഫി റിവായത്തിൻ ഇന്നലക മാ ഹത്തസബ്ത, നീ കരുതിയത് അനക്കുണ്ടടാ. റംല എന്ന് പറഞ്ഞാൽ അൽ അർദുല്ലത്തി അസാബഹൽ ഷദീദി ഷദീദു, ശക്തമായ ചൂടേറ്റ ഭൂമി എന്നർത്ഥം. അൻ നബി മുഹമ്മദിൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അർബഊന ഹസ്ല, 40 കാലമുണ്ട്. ഇലാഹ, അതിലേറ്റവും ഉന്നതമായത് മനീഹത്തുൽ അൻസി, കറവിന് കൊടുക്കുന്ന ഏത് കോലാടാണ്. ആടിനെ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രസവിച്ച ആടിനെ അടുത്ത പെരക്കാർക്കോ ആവശ്യമുള്ളവർക്കാണ് കൊടുക്കുക. എന്നിട്ട് ഒരു 6 മാസമൊക്കെ പാല് കിട്ടും. അത്രയും കാലം എന്ത് ചെയ്യുക? ആ ചങ്ങായി പാലങ്ങനെ കറന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് കഴിഞ്ഞാൽ പിന്നെ ആടിനെ തിരിച്ചു കൊടുക്കുക. അത്രയും കാലം വെള്ളം കൊടുക്കലും പുല്ലെടുക്കലും ആരെ പണി? മറ്റവൻ്റെ പണി. ഇതാ മാമിന്നാമിലി ഞാമലു ബി അസരത്തി മിന്ന, 40ൽപ്പെട്ട ഒരു കാര്യം അമൽ ചെയ്യുന്ന ഒരാളും തന്നെ ഇല്ല. റജാ തവാബിയ തസ്തീഖ മൗഊദിഹ, അതിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വാസ്തവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടും. ഇല്ലാതെ ഖലഹുല്ലാഹു ബിഹൽ ജന്ന, റവാഹുൽ ബുഖാരി. മനീഹ എന്ന് പറഞ്ഞാൽ യോത്തിയഹു ഇയാഹ, ഈ കോലാടിന് ഒരാൾ വേറെ കൊടുക്കലാണ്. ഏക്കുല ദബനഹ, പാല് കഴിക്കാൻ വേണ്ടി, സുമ ഉർദഹ ലേഹിങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കണ്ടു. സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറഞ്ഞ കേട്ടിട്ട്, ഇത്തക്കുന്നാർ ഓലോപിശിക്ക് തമ്പ്ര, കാരക്ക് ചീന്തി കൊടുത്തിട്ടെങ്കിൽ നരകം കാത്തോളി. നിങ്ങൾ ഒരാളും തന്നെ ഇല്ല സയുക്കല്ലിമു റബ്ബുഹു, ഓൻ്റെ റബ്ബോനോട് സംസാരിച്ചിട്ടല്ലാതെ ലൈസ ബൈനഹു ബൈനഹു തുർജുമാൻ, ഓൻ്റെയും അള്ളാൻ്റെ ഇടയിൽ വിവർത്തനത്തിന് വേറെ ആളുമില്ല, നേർക്ക് നേരെ. ഫെന്തുറു ഐമന മിന്നു, ഓൻ്റെ വലത്തോട്ടം നോക്കും. വല എറ ഇല്ല മാ കദ്ദമ, മുമ്പ് ചെയ്ത് നല്ലതല്ലാതോ കാണൂല. എന്തുറ അശമ മിന്നു, എൻ്റെ ഇടത്തോട്ട് നോക്കും. വല എറ ഇല്ല മാ കദ്ദമ, മുമ്പ് ചെയ്തിട്ടല്ലാതോ കാണൂല. എന്തുറു വൈനതയും മുമ്പിലേക്ക് നോക്കും. വല എറ ഇല്ലെന്നാർ നരകല്ലാതെ കാണൂല. തിർക്കാവ ജീവിതത്തിൻ്റെ നേരെ വത്തക്കുന്നാർ ഓരോ പിശിക്ക് തമ്പ്ര, കാരൊക്കെ ചീന്ത് കൊടുത്തിട്ടെങ്കിലും നരകം കാത്തോളി. ഫലം മെജിദ്, ആ കാരൊക്കെ ചീന്തും കിട്ടൂലെങ്കിൽ കരിമത്തിൻ തയ്യിബ, നല്ല വർത്തമാനെങ്കിലും പറഞ്ഞിട്ടെങ്കിലും സ്വതക്ക് ചെയ്തോളി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു അടിമയത്തോട് വരുത്തപ്പെടും. ഒരു ഭക്ഷിച്ചിങ്ങാണ്ട് വേമ്പതഹുലൈന മേൽ അള്ളാഹ് ഹംദ് ചെയ്യൽ. അവ യശർബ ഷർബത്ത വഹമ്മദ് അലൈഹ, ഒരു കുടിച്ചിങ്ങാണ്ട് അതിന് മേലെ ഹംദ് കടത്തൽ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ട അമലാണ്. ഒരു മുറുക്ക് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ ഓർത്തല്ലോ, പഠിച്ചവൻ അജ്ജി തന്ന വെള്ളാട്ടോ ഞാൻ ഈ കുടിച്ചതിന് അർത്ഥം. റവാഹു മുസ്ലിം. അൽ അഖിലത്തു പറഞ്ഞാൽ യുവത്തിലും സത്തി വഹിൽ ഖദ്വത്തു അവിൽ അശ്വത്തു, വഹിയ പ്രഭാത ഭക്ഷണം, പ്രദോഷഭക്ഷണം എന്നൊക്കെ അർത്ഥം. പിന്നെ അബി മൂസാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാൻ കുല്ലി അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും കടമയുണ്ട് സ്വതക്ക കടമയുണ്ട്. കാലാറായത്ത് ഇല്ലം മജിദ്, സ്വതക്കയത്ത് കിട്ടിയില്ലെങ്കിലോ? കാലായാമലുബി, അതേ ഈ 2 കൈയോടും പണിക്ക് പോകണം. വെംഫു നഫ്സഹു, ഓനിക്ക് ഉപകരിക്കുകയും ചെയ്യും. എതസത്തക്കു, ബാക്കി കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. കാലാറായത്ത് ഇല്ലം എസ്തത്തി, പണിക്കോൻ വയ്ക്കൂലെങ്കിൽ ചോദിച്ചു. കാല യോയിനുദല്ലാജത്തിൽ മൽഹൂഫ്, യാലഫാ എന്ന് പറഞ്ഞ് നടക്കുന്നതായിരിക്കുന്ന ആവശ്യമുള്ളവർക്ക് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. കാല
അറയിത്ത തങ്ങളെന്ന് പറഞ്ഞാട്ടെ ഇല്ലം എസ്തത്തി ഒരാൾ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ചോദിച്ചു കാലമുറിവിന് അറൂബി അവിൽ ഹൈരി ഹൈറോട് കൽപ്പിക്കണം അനിമാറു സെക്കുറവ്യ നന്മോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു കാല അറായത്തമെല്ലാം എഫൽ അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചോദിച്ചു ഹിംസിക്കുവാന് ശരി ഷെറ് തടഞ്ഞേക്കണം മോനെ വേറെ ഉപദ്രവം ചെയ്യരുത് കാരണം വൈനഹ സ്വതക്ക ഉപദ്രവം ചെയ്യാതെക്കലിന് സ്വതക്കയാണ് മുത്തഫക്കുൻ അലൈഹി.